സ്മരണയോടുകൂടി ശ്രീമദ് ഭഗവത്ഗീത സാഖ്യയോഗം 39ാമത്തെ ശ്ലോകമാണ്. ഒരു ചോദ്യമുണ്ട്. തീരെ സംസ്കാരം കുറഞ്ഞ ഒരാൾക്ക് ഈശ്വരബോധം വരാനും ആ ബോധത്തിൽ കർമ്മം ചെയ്യാനുമുള്ള ഹൃദയ നൈർമല്യം അനേക ജന്മങ്ങളിലൂടെയുള്ള സത്കർമ്മങ്ങളാണ്. മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ച് നിസ്വാർത്ഥനായി ചെയ്യുന്ന കർമ്മങ്ങൾ കിട്ടുമെങ്കിൽ അതിന് ചിത്തശുദ്ധിക്കുള്ള കർമ്മങ്ങൾ എന്ന് പറയാമല്ലോ. യഥാർത്ഥത്തിൽ അസംസ്കൃതനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പടിപ്പടിയായി ചിത്തശുദ്ധി നേടുന്നത്? അതായത് സത്കർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ശരിയാണ്, അനേക ജന്മങ്ങളിലുള്ള സത്കർമ്മമാണ് മുഖ്യം. സത്കർമ്മങ്ങളിലൂടെ ഒരാൾക്ക് പക്ഷെ സത്കർമ്മങ്ങളെ ചിത്തശുദ്ധിക്ക് കാരണമെന്ന് പറയാൻ പറ്റത്തില്ല. കേവലമായ സത്കർമ്മങ്ങൾ അയാൾ മുന്നോട്ട് നയിക്കുന്നു. സത്കർമ്മങ്ങളുടെ ഫലം പുണ്യം, അത് പറഞ്ഞല്ലോ. ചിത്തശുദ്ധി വേണമെങ്കിൽ നിഷ്കാമമായി സത്കർമ്മം ചെയ്യണം. അല്ലാതെ വെറും സത്കർമ്മം മാത്രം കൊണ്ട് പറ്റില്ല. അത് നമ്മൾ ഇന്നലെ പറഞ്ഞാണ്. നിസ്വാർത്ഥമായ ഒരാൾ സത്കർമ്മം ചെയ്യുന്നു. ആ സത്കർമ്മം കൊണ്ട് അയാൾക്ക് പുണ്യം ഉണ്ടാകും. പുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് സ്വർഗാദി ഫലം ഉണ്ടാകും. പുണ്യം ഫലത്തെ കൊടുക്കും. അപ്പോൾ കേവല സത്കർമ്മത്തെ, നിഷ്കാമകർമ്മം അല്ലാത്ത സത്കർമ്മത്തെ ചിത്തശുദ്ധിക്കുള്ള കർമ്മം എന്ന് പറയാൻ പറ്റത്തില്ല. കർമ്മയോഗമായാലേ അതുകൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാവും. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. സത്കർമ്മങ്ങൾക്ക് പുണ്യമാണ് ഫലം, സ്വർഗം തുടങ്ങിയ ഫലങ്ങളുണ്ടാവും. ഗതാഗതം കാമകാമാലഭന്തി എന്ന് പറയുന്നത് അത് ഒരാൾക്ക് ചിത്തശുദ്ധി വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും അയാൾ നിഷ്കാമമായിട്ടായിരിക്കും അനുഷ്ഠിക്കുന്നത്. ഈശ്വരബോധമില്ലാതെ കാരണം നിഷ്കാമം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരബോധം കൂടെ വരും. അതോടെ ചേർന്നാലും നിഷ്കാമകർമ്മമാവും. കാരണം നിഷ്കാമകർമ്മത്തെക്കുറിച്ച് പറയുന്നതിൽ ഈശ്വരനാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഈശ്വരനെ മറന്നിട്ട് നിഷ്കാമകർമ്മം ചെയ്യാൻ പറ്റും? ഉപദേശിച്ചാളിനെ മറന്നിട്ട് എങ്ങനെ നിഷ്കാമകർമ്മം ചെയ്യാൻ പറ്റും?
എന്താ ആദർശം? കമ്മ്യൂണിസം. അവിടെ നിഷ്കാമകർമ്മത്തെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ വേറെ ഏതാ ആദർശം? നമ്മളറിയത്തക്ക വേറെ ആദർശമൊന്നുമില്ല. ഈശ്വരനോട് എന്താ ഇത്ര വിരോധം? ഈശ്വരൻ വേണ്ട. വിശ്വാസം എന്ന് പറഞ്ഞില്ലല്ലോ. വിശ്വാസം എന്ന് പറയുന്നതിനെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു. വിശ്വാസമല്ല ഇവിടെ ആവശ്യം, ഈശ്വരബോധമാണ്. വിശ്വാസമുള്ളവരെല്ലാം നിഷ്കാമകർമ്മം ചെയ്യുന്നില്ലല്ലോ. ഈശ്വരനെ വിശ്വസിക്കുന്ന എത്രയോ പേരുണ്ട്. അവരാരും നിഷ്കാമകർമ്മം ചെയ്യുന്നവരല്ല. ഈശ്വര വിശ്വാസം വേറെ, ഈശ്വരബോധം വേറെ. രണ്ടായിട്ട് തന്നെ കാണാം. കുഴപ്പമില്ല. കാരണം ഒരു ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ആഗ്രഹം വേണം. ഒരാഗ്രഹമില്ലെങ്കിൽ പിന്നെ അയാൾ ആരായി? ജ്ഞാനിയായി. ഒരാഗ്രഹമില്ലെങ്കിൽ പിന്നെ ജ്ഞാനിയായി. പിന്നെ അയാൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിഷ്കാമകർമ്മം ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു? മുക്തി ആഗ്രഹിച്ചാണ് ചെയ്യുന്നത്. ആത്യന്തികമായി ആ ആഗ്രഹവും ത്യജിക്കണം. അത് ശരി തന്നെയാണ്. എന്നാലും ഒരാൾ മുക്തി ആഗ്രഹിക്കുന്നു. അയാൾ മനസ്സിലാക്കുന്നത് ഞാൻ ജ്ഞാനിയാണ്, പ്രതിബന്ധങ്ങളുണ്ട്, ഈശ്വരബോധമില്ല, ഈശ്വരബോധത്തെ ആഗ്രഹിക്കുന്നു. അതിലെ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷേച്ഛ. അത് വേണം. അത് സാധന ചതുഷ്ടയ സമ്പത്തിപ്പെടുന്ന ഒന്നാണ് അത്തരം ആഗ്രഹം. ആഗ്രഹം ഇല്ല എന്ന് പറയുന്നത് ഒന്നുകിൽ പൂർണ്ണനായ അജ്ഞൻ, അയാളുടെ ആഗ്രഹം കാണത്തില്ല, അല്ലെങ്കിൽ ജ്ഞാനി. അപ്പൊ നിഷ്കാമകർമ്മം, സത്കർമ്മം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. സത്കർമ്മം അനുഷ്ഠിക്കുന്നതിന് ഒരാൾക്ക് ഈശ്വരബോധം വേണമെന്നില്ല. അതേസമയം നിഷ്കാമകർമ്മത്തിന് ഈശ്വരബോധം വേണം. കാരണം എന്തുകൊണ്ട്? അയാൾ അത് ചെയ്യുന്നത് തന്നെ മുക്തിക്ക് വേണ്ടിയിട്ടാണ്. ഈശ്വരൻ എന്നുള്ള ഒരു ബോധമില്ലാതെ പിന്നെ മുക്തി ഇല്ല. മുക്തി എന്ന് പറയുന്നത് തന്നെ ഈശ്വരബോധത്തിൽ നിന്നുണ്ടാകുന്നു. അപ്പൊ മുക്തി ഉദ്ദേശിച്ച ഒരാൾ ചെയ്യുന്ന കർമ്മം അതാണ് നിഷ്കാമകർമ്മം. പിന്നെ സാധാരണഗതിയിൽ ഒരാൾ എന്തെങ്കിലും സമൂഹത്തിന് നന്മയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പറയും അയാൾ ഒന്നും ആഗ്രഹിക്കാതെ ചെയ്യുകയാണ്, നിസ്വാർത്ഥനാണ് എന്നെല്ലാം പറയും. അതൊരു ലോകദൃഷ്ടി പറയുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആൾക്കാർ പറയുന്നതാണ്. നമ്മളിവിടെ നിഷ്കാമ കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ലോകബുദ്ധി അനുസരിച്ചല്ല. ലോകത്തിലെ സാമാന്യ ജനങ്ങൾ എന്തിനാണോ നിഷ്കാമം എന്ന് പറയുന്നത് അതല്ല. നമ്മൾ നിഷ്കാമകർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഗീതയുടെ അടിസ്ഥാനത്തിലാണ്. അത് ഓർക്കണം ആദ്യം. ഗീതയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും പറയും നിഷ്കാമകർമ്മമാണ്, കർമ്മയോഗി എന്നൊക്കെ പറയും. അത് ലോകദൃഷ്ടി പറയുന്നതാണ്. ആ ലോകദൃഷ്ടിയിലല്ല ഈ കാര്യത്തിൽ കാണേണ്ടത്, മറിച്ച് ശാസ്ത്രദൃഷ്ടിയിലാണ്. ഇവിടെ ഭഗവാൻ ഉപദേശിച്ചിരിക്കുകയാണ് നിഷ്കാമകർമ്മം. അപ്പോൾ ഉപദേഷ്ടാവിനെയും വിട്ടിട്ട് അല്ല, സാധാരണ ലൗകികർ പറയുന്ന നിഷ്കാമകർമ്മമാണ്. അത് ഏത് പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് പറയുമോ? അയാൾക്ക് സ്വാർത്ഥതയില്ലാത്ത ആളാണ്, സ്വന്തമായ താല്പര്യമൊന്നുമില്ലാത്ത ആളാണ്, അയാൾ നിഷ്കാമമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയാം. അതെല്ലാം ലൗകിക ദൃഷ്ടിയിൽ പറയുന്ന നിഷ്കാമകർമ്മം. ഇവിടെ പറയുന്നത് നിഷ്കാമമല്ല. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭഗവാൻ ഉപദേശിച്ചിരിക്കുന്ന നിഷ്കാമകർമ്മം. അവിടെ എന്താണ് പറയുന്നത്? മാം അനുസ്മര യുദ്ധിച്ച. ഈ പറയും എന്നെ അനുസ്മരിക്കുക, യുദ്ധവും ചെയ്യുക, എന്നെ അനുസ്മരിക്കുക, സ്വധർമ്മവും ചെയ്യുക. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിച്ചേർന്നാലേ ഇവിടെ നിഷ്കാമകർമ്മമാകത്തുള്ളൂ. അതിന് പ്രാധാന്യമുണ്ട്. എന്താണ്? മാം അനുസ്മര, എന്നെ അനുസ്മരിക്കൂ. മയ്യർപ്പിത മനോബുദ്ധി. വേറൊരു ഭാഗത്ത് പറയും എന്നിൽ മനോബുദ്ധികളെല്ലാം അർപ്പിച്ചുകൊണ്ട്. മദ്യാജീമാം, എന്നെ തന്നെ ഇരിക്കുന്നവനായി
ഇങ്ങനെ എത്രയോ ഭാഗങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതാണ് ഈശ്വരസ്മരണ, ഈശ്വരബോധം, ഈശ്വരാർപ്പണം എന്നെല്ലാം പറയുന്നത്. മന്മനാഭവ മദ്ഭക്ത. അങ്ങനെ ഇതിൽ ആവർത്തിച്ച് ആ ഈശ്വര സാന്നിധ്യത്തെ ബോധിപ്പിക്കുന്നുണ്ട്. എന്ന് പറയും നിമിത്തം മാത്രം, നീ കേവലം നിമിത്തം മാത്രമാണ്. അവിടെയെല്ലാം ഈശ്വരന്റെ സാന്നിധ്യത്തെ ബോധിപ്പിക്കുന്നു. അത് വിട്ടിട്ട് പിന്നെ ഒരു നിഷ്കാമകർമ്മം അങ്ങനെയൊന്നും ഇവിടെ ഗീതയിൽ പറയുന്നില്ല. ആത്മീയ സാധകൻ അനുഷ്ഠിക്കേണ്ട നിഷ്കാമകർമ്മം അങ്ങനെ ഈശ്വരനെ വിട്ടുള്ള ഒരു നിഷ്കാമകർമ്മമില്ല. ലൗകിക ബുദ്ധിയിൽ അങ്ങനെയെല്ലാം പറയാം, അതിനിവിടെ പ്രസക്തിയൊന്നുമില്ല. അപ്പോൾ ഒരാൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചു വരികയാണെങ്കിൽ, അതാണല്ലോ വേദത്തിലും പറയുന്നത് തന്നെ, വിഹിതകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു, പുണ്യം ഉണ്ടാകും, അയാൾക്ക് ജന്മമരണങ്ങളുണ്ടാകും. ഇത് ആവർത്തിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ തന്നെ എന്ത് വരുന്നു? ഇതിനോട് വിരക്തി ഉണ്ടാകും. അപ്പോൾ അയാൾ പിന്നെ അത്തരം കർമ്മങ്ങളെ വിടുന്നു, നിഷ്കാമകർമാനുഷ്ഠാനം ചെയ്യുന്നു, ചിത്തശുദ്ധി വരുന്നു. അതുകൊണ്ടിവിടെ സത്കർമ്മങ്ങൾ, ഈശ്വരബോധമില്ലാത്ത സത്കർമ്മങ്ങൾ കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? പുണ്യം ഉണ്ടായി ഫലം ഉണ്ടാകുന്നുണ്ട്. ഞാൻ അനേക ജന്മങ്ങളിൽ അതിങ്ങനെ, അനേക ജന്മം എന്ന് പറയുമ്പോൾ അനന്ത ജന്മങ്ങൾ അതനുഷ്ഠിച്ച് വരുമ്പോൾ, അനാദിയായി അനുഷ്ഠിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ അയാളിൽ ഈ ഗതാഗതത്തിന് മടുത്തിട്ട് അവിടെയും അയാൾക്ക് പിന്നീട് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കേണ്ടി വരുന്നു, നിഷ്കാമ ഈശ്വരബോധത്തോടുകൂടി. അപ്പോൾ യഥാർത്ഥത്തിൽ അസംസ്കൃതനായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് പടിപ്പടിയായി ചിത്തശുദ്ധി നേടുന്നത്? അതാണ് ഇവിടെ പറയുന്നത്. അസംസ്കൃതനായ ഒരു മനുഷ്യൻ ചിത്തശുദ്ധി നേടുന്നത് നിഷ്കാമകർമ്മ അനുഷ്ഠാനത്തിലൂടെ. അത് പ്രത്യേകിച്ചൊരു ടേണിംഗ് പോയിന്റ്, ഇന്ന ദിവസം ഇന്ന സമയം എന്ന് നമുക്കെടുത്ത് കാണിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ കാലഗതി അനന്തമാണ്. ഇത്രാമത്തെ ജന്മത്തിൽ സംഭവിക്കും, ഇന്ന ഡേറ്റിലാണ് ഇയാൾക്ക് ചിത്തശുദ്ധി വന്നത് എന്നൊന്നും നമുക്ക് ആരെക്കുറിച്ചും പറയാൻ പറ്റത്തില്ല. അത് അനന്തമായ കാലത്തിലാണ്. ഈ ജന്മം എന്ന് തുടങ്ങി അനന്തമാണ്, അനാദിയായി അനന്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് കാലഗണന കൊണ്ട് അതിനെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റത്തില്ല. എപ്പോഴെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നത് ഈ നിയമം അനുസരിച്ചായിരിക്കും. അസംസ്കൃതനായ മനുഷ്യൻ സംസ്കരിക്കുന്നു. പ്രത്യേകിച്ച് ഒരു ജന്മത്തിലല്ല, ഇവിടെ പറയുന്നതനുസരിച്ച്. ബഹൂനാം ജന്മനാം അന്തേ എന്ന് പറഞ്ഞിരിക്കുന്നത്, സഹസ്രാണാം മനുഷ്യേഷു എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 മനുഷ്യനെന്നല്ല, അനന്തമാണ് മനുഷ്യൻ. അതിൽ എന്ന് പറയുമ്പോൾ അനേക ജന്മ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അനേക ജന്മങ്ങളിലുള്ള അതെല്ലാം ഗീതയിൽ തന്നെ പറയുന്നതാണ്. അനേക ജന്മ സംസിദ്ധി, അനേക ജന്മങ്ങളിലൂടെയുള്ള ഈ ജീവന്റെ ഈ പരിക്രമണത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നതിന് ഇത് വരണം. അവന് സത്കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ സംസ്കാരം ഉണ്ടാവണം. അത് കഴിഞ്ഞ് അവന് നിഷ്കാമകർമാനുഷ്ഠാനം, അങ്ങനെ കർമ്മത്യാഗം, ചിത്തശുദ്ധി, കർമ്മത്യാഗം, ജ്ഞാനോത്പത്തി, ഇതെല്ലാം സംഭവിക്കണം എന്നുള്ളതാണ്. ഇതാണ് ഗീതയുടെ ആശയമെന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ വിട്ടിട്ട് ഒരാൾക്ക് നിഷ്കാമകർമ്മം ചെയ്യാനൊക്കത്തില്ല. തങ്ങൾ ചെയ്യുന്നത് ലോകനന്മയാണെന്ന ദൃഢവിശ്വാസത്തോടുകൂടി പ്രത്യക്ഷത്തിൽ ഘോരമായ പാപകർമ്മങ്ങൾ ചെയ്യാറുണ്ടല്ലോ ഭീകരന്മാർ, ടെററിസ്റ്റുകളെ കുറിച്ച് ചോദിക്കുന്നു. അത്തരം പ്രവൃത്തി സകാമമാണെങ്കിൽ അത് പാപമാണോ പുണ്യമാണോ ഉണ്ടാക്കുക? നിഷ്കാമമാണെങ്കിൽ അത് ചിത്തശുദ്ധി നൽകുമോ? ഇവിടെ ചോദിക്കുന്നത് രാക്ഷസന്മാരുടെ പ്രവൃത്തികളെ കുറിച്ചാണ്. ഭീകരന്മാരെന്ന് വെച്ചാൽ പഴയകാലത്ത് രാക്ഷസന്മാരെന്ന് പറയും. രാക്ഷസന്മാര് ഘോരമായ പാപകർമ്മങ്ങൾ ചെയ്യും എന്നാണ്. ശരിയാണ്. പിന്നെ അവർക്ക് പുണ്യം ഉണ്ടാകുമെന്നാണ്. ഈ രാക്ഷസന്മാരെല്ലാം പുണ്യം ഉണ്ടാവും, മോക്ഷം ഉണ്ടാകും. പക്ഷെ അവരെ കൊല്ലണം, അവർ ചെയ്യുന്ന പോലെ. അതിന് ഭഗവാൻ അവതരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇവരെല്ലാം കൊല്ലുന്നു. കൊന്നു കഴിഞ്ഞാൽ അവർക്ക് തൽക്കാലം ഒരു മോക്ഷം കൊടുക്കും. അപ്പോൾ അത്
അവരാരെങ്കിലും കൊന്നാൽ പോരാ, ഭഗവാന്റെ കൈ കൊണ്ട് തന്നെ മരിക്കണം. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ജീവന് തൽക്കാലം രക്ഷപ്പെടുമെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോ ഇങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ് പറയുന്നത്. ലോക നന്മയാണെന്നുള്ള ദൃഢവിശ്വാസത്തോടുകൂടി ചിലർ ചെയ്യുന്നുണ്ട്. അതായത് അവിടെ ചെയ്യുന്ന പ്രവൃത്തികൾ ധർമ്മമാണോ അധർമ്മമാണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. ഇവിടെ തന്നെ പറയുന്നത് എന്താണ്? ക്ഷത്രിയൻ ചെയ്യുന്നത് സ്വധർമ്മമായി ചെയ്യുന്നത് യുദ്ധമാണെങ്കിലും ധർമ്മമെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെ തീരുമാനിക്കും? ഇപ്പൊ നമ്മളോട് യുദ്ധം ചെയ്യുന്ന ശത്രു നമ്മളെ സംബന്ധിച്ച് അധർമ്മിയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ നമ്മളെ സംബന്ധിച്ച് ധർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ അധർമ്മിയും രണ്ടുപേരും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയാണ് യുദ്ധം. അപ്പൊ അതിന് പറയുന്നത് അക്രമികളാണെങ്കിൽ അവർ ചെയ്യുന്ന അധർമ്മമാണ്. അക്രമികളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധർമ്മയുദ്ധം പറഞ്ഞിരിക്കുന്നത്. അതിന് കർത്തവ്യമൊന്നും പറയാൻ പറ്റും. അപ്പോൾ ഒരാളുടെ കർത്തവ്യമാണോ എന്ന് ചിന്തിക്കുക. രാജാവ് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പ്രജാപരിപാലനം നടത്തും. പ്രജകളെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രജകളെ ആരിൽ നിന്ന് പരിപാലിക്കാൻ? അക്രമികളിൽ നിന്ന്. അപ്പൊ ഇവിടെ ഈ ഭീകരന്മാരെന്ന് പറയുന്നത് പ്രജകളെ പരിപാലിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണോ അതോ അക്രമികളാണോ? ഏത് കൂട്ടരാണ് എന്ന് നമ്മൾ മാറി നിന്ന് നോക്കണം. പ്രജകളെ പരിപാലിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരാണോ എങ്കിൽ അവരെ നമുക്ക് ഭീകരന്മാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അവരുടെ സ്വധർമ്മം അവരനുഷ്ഠിക്കുന്നു. അക്രമികളിൽ നിന്നും അവരെ പ്രജകളെ പരിപാലിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു. അത്തരം കർമ്മങ്ങൾ, അത്തരം പ്രവൃത്തി സകാമമാണെങ്കിൽ, കാമനയോട് കൂടിയതാണ്, അതവരുടെ ധർമ്മമാണെങ്കിൽ എന്ത് വരുന്നു? പാപമാണോ പുണ്യമാണോ? പുണ്യമാണോ എന്നാണ്. അതാണ് ഇവിടെ പറഞ്ഞ സുഖിന ക്ഷത്രിയ വാർത്ത ലഭന്തേ യുദ്ധമീദൃശം. പക്ഷെ ആദ്യം അവർ ചെയ്യുന്നത് സ്വധർമ്മമാണോ അക്രമമാണോ അതോ പ്രജാപരിപാലനമായ അർത്ഥമാണോ ചെയ്യുന്നത് എന്നർത്ഥം. കാരണം അക്രമവാസനയുള്ളവർ അങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. നിഷ്കാമമാണെങ്കിൽ അത് ചിത്തശുദ്ധി ഉണ്ടാക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഏത് പ്രവൃത്തിയായാലും ശരി, അത് സ്വധർമ്മമായി വരികയാണെങ്കിൽ, പ്രജാപരിപാലനത്തിന് വേണ്ടി ക്ഷത്രിയൻ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അപ്പോൾ അത് ചിത്തശുദ്ധിയെ നിഷ്കാമമായി അയാൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് ചിത്തശുദ്ധി ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അത് ഏത് പ്രവൃത്തിയായാലും ശരി, സ്വധർമ്മമായി വരണം. രണ്ടു കൂട്ടരുണ്ടല്ലോ, ഒരാൾ ആക്രമിക്കാൻ വരുന്നു. അക്രമിയായതുകൊണ്ട് തന്നെ അത് അയാളുടെ സ്വധർമ്മമല്ല. അക്രമം ആരുടെയും സ്വധർമ്മമല്ല. അപ്പൊ ഭീകരത എന്ന് പറയുന്നത് ആരുടെയും സ്വധർമ്മമല്ല. ധർമ്മത്തിന് വേണ്ടി അത് ചെയ്യുന്നെങ്കിൽ അത് സ്വധർമ്മമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ഒരു അക്രമ രീതിയിലാണെങ്കിൽ അത് സ്വധർമ്മമാകത്തില്ല, പാപമാണ്. അതിന് അധർമ്മം എന്ന് പറയുന്നു. പറയുന്നു അറിയാതെ പോലും തെറ്റ് ചെയ്താൽ അതിന് പാപമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അറിയാതെ ചെയ്യുന്ന തെറ്റിന് കർത്തൃത്വ ബുദ്ധിയില്ലല്ലോ. കർത്തൃത്വ ബുദ്ധി ഇല്ലാത്തിടത്ത് എങ്ങനെ പാപമുണ്ടാകും? അതായത് ഒരു ജീവൻ പ്രവർത്തിക്കുന്നു, സാധാരണ ജീവന്മാരല്ല. എല്ലാ പ്രവൃത്തിയിലും കർത്തൃത്വ ബുദ്ധിയുണ്ട്. ചിലയിടത്ത് കർത്തൃത്വത്തെ സങ്കല്പിക്കുന്നു, ചിലയിടത്ത് ആ കർത്തൃത്വത്തെ സങ്കല്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അജ്ഞാനി എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ട്? കർത്തൃത്വ ബുദ്ധി ഉള്ളതുകൊണ്ടാണ്. ഈ സങ്കല്പിക്കേണ്ടി വരുന്ന ഇവിടെ വൈദിക കർമ്മങ്ങളിലും മറ്റും പറയുന്നു. ആ കർത്തൃത്വ ബുദ്ധി സങ്കല്പിക്കുക, ഞാനത് ചെയ്യുന്നവനാണ്. സാധാരണ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് അങ്ങനെ ഒരു സങ്കല്പത്തിന്റെ ആവശ്യം വരുന്നില്ല. കാരണം കർത്തൃത്വ ബുദ്ധി ജന്മജന്മങ്ങൾ കൊണ്ട് സഹജമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പ്രത്യേകം ഭാവിച്ചിട്ട് ചെയ്യേണ്ടി വരുന്നില്ല. പക്ഷെ
ചില പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ഭാവിക്കാറുമുണ്ട്. അത് ആ പ്രവൃത്തിയുടെ പ്രാധാന്യമനുസരിച്ചിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇന്നത് ചെയ്തു നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഇനി പ്രവർത്തിക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും പ്രവൃത്തി കഴിഞ്ഞ് പറയും, ഞാൻ ഇന്ന ഇത്ര മഹത്തായ പ്രവൃത്തി ചെയ്തിരിക്കുകയാണെന്ന് ഓരോരുത്തരും അഭിമാനത്തോടുകൂടി പറയുമല്ലോ. അഭിമാനം എന്ന് പറയുന്നത് കർത്തൃത്വ ബുദ്ധിയെ പ്രകടമാക്കുന്നതാണ്. അതുകൊണ്ട് ഒരാൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു, അറിയാതെ പ്രവർത്തിക്കുന്നു. കർത്തൃത്വ ബുദ്ധി അയാളിൽ ഉണ്ട്. അജ്ഞനാണെങ്കിൽ അവിടെ കർത്തൃത്വ ബുദ്ധിയുണ്ട്. പിന്നെ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് പാപമുണ്ട്. തെറ്റായ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് പാപമുണ്ട്. അത് പിന്നെ വ്യത്യാസം പറയുന്നത് വിധി നിഷേധങ്ങൾ അറിയാവുന്ന ഒരാള് നിഷേധം മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അയാൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അയാളെ സംബന്ധിച്ച് പാപം കൂടുതലായിരിക്കും. അതേസമയം വിധി നിഷേധങ്ങൾ അറിയാത്ത ഒരാൾ, അയാൾക്ക് താൻ ചെയ്യുന്നത് പുണ്യമാണോ പാപമാണോ എന്ന് ബോധമില്ല, അയാൾ ചെയ്തുകൊണ്ടിരിക്കും, തികച്ചും അജ്ഞനായി. ഏതുപോലെ മൃഗാദികളും മറ്റും ചെയ്യുന്നുണ്ട്. അവർക്ക് ധർമ്മബോധമില്ല, മൃഗം പ്രവർത്തിക്കുന്നു, സദാചാരബോധം അതിനില്ല. അതിന്റെ പ്രവൃത്തി എന്താണ്? പാപത്തെ ഉണ്ടാക്കുന്നു. പിന്നെ ആ ജന്മം എന്ന് പറയുന്നത് മുമ്പുണ്ടായ പാപം അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയുള്ളതാണ്. മൃഗജന്മം ഇതെല്ലാം ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നതാണ്. മൃഗജന്മം കൊണ്ട് അയാൾ പുണ്യപാപങ്ങളെ സഞ്ചയിക്കുന്നില്ല. എന്തുകൊണ്ട്? അവിടെ വിവേകം തീരെയില്ല. തീരെ വിവേകമില്ലാതെ പൂർണ്ണമായ അജ്ഞതയിൽ ചെയ്യുന്നതിന് മനുഷ്യന്റെ ദൃഷ്ടിയിൽ സദാചാരമല്ലാത്ത പ്രവൃത്തികൾ മൃഗം ചെയ്യുന്നു, അതിന് പാപമില്ല. ആ ജന്മം തന്നെ ഇത് അനുഭവിച്ച് തീരാനുള്ളതാണ്. അതുപോലെ തീർത്തും അജ്ഞനായ ഒരു മനുഷ്യൻ, അവന്റെ മനസ്സിൽ പുണ്യപാപബോധമേ വരുന്നില്ല, മൃഗസമാനമായി ജീവിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചും അങ്ങനെ മനുഷ്യനുണ്ടാവാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ വിവേകത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. പിന്നെ ആ വിവേകം തീരെ കുറവായോ അവനെ സംബന്ധിച്ച് പാപവും തീരെ കുറവായിരിക്കും. അവന് ഈ ഉണ്ടായ പാപം അനുഭവിച്ചു തീർക്കാൻ വേണ്ടി ജനിച്ചവനായിരിക്കും. പക്ഷെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടല്ലോ, അറിയാതെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ഒരു സാധാരണ മനുഷ്യനെ വെച്ച് ചിന്തിച്ചാൽ അറിയാതെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് പാപം ഉണ്ടാകുമെന്നാണ്. അതിന് രണ്ട് പാപം വരും. ഒന്ന് തെറ്റ് ചെയ്തതിന്റെ പാപം, മറ്റത് അത് അറിയാത്തതിന്റെ പാപം. അറിയേണ്ട കാര്യം അറിഞ്ഞില്ല, അതിന്റെ പാപം കൂടെ വരും. കാരണം അവന് ബുദ്ധിയും മറ്റ് എല്ലാം കൊടുത്തിട്ടും അവനത് അറിയാൻ മെനക്കെട്ടില്ല. അപ്പൊ അതിന്റെ ഒരു പാപം കൂടെ ഉണ്ട്. അപ്പൊ രണ്ട് പാപം വരും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. അതിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. അറിയാതെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ അറിയാത്തത് എന്തുകൊണ്ട് അറിഞ്ഞില്ല? അറിയാനുള്ള സാമഗ്രികളെല്ലാം കയ്യിലുണ്ടല്ലോ. എല്ലാം ഈശ്വരൻ സൃഷ്ടി തന്നിട്ടുണ്ട് മനുഷ്യന്, ബുദ്ധിയും വിവേകവും. അത് ഉപയോഗിച്ചില്ല, അപ്പോൾ അറിഞ്ഞില്ല. അപ്പോൾ അതിന്റെ ആദ്യം അതിന്റെ ശിക്ഷ കിട്ടും. പിന്നെ രണ്ടാമത് ചെയ്ത് തെറ്റിന്റെയും കിട്ടും. പിന്നെ ഈ പറഞ്ഞല്ലോ മൃഗങ്ങൾ, അതുപോലെയുള്ള ഒരുത്തരാണെങ്കിൽ പിന്നെ അവിടെ തെറ്റില്ല. കാരണം അവന് അറിവേയില്ല, വിവേകമില്ല. അങ്ങനെയുള്ള അപൂർവ മനുഷ്യരുമുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാതെ തെറ്റ് ചെയ്താലും രണ്ട് ഭാവമുണ്ട്. അറിയാത്തതിന്റെ ഭാവം, ചെയ്യുന്ന തെറ്റിന്റെ ഭാവം. അപ്പൊ അവിടെ എല്ലാം എന്താണോ കർത്തൃത്വ ബുദ്ധി. അജ്ഞാനിയാണോ അവിടെ കർത്തൃത്വ ബുദ്ധിയുണ്ട്. കർത്തൃത്വ ബുദ്ധി ഉള്ളതുകൊണ്ട് അവിടെ പാപവും ഈ പറഞ്ഞ രീതിയിൽ പാപവും ഉണ്ടാവും. പിന്നെ ധർമ്മം എന്ന് പറയുന്നത് ശരിയേത് തെറ്റേത് അതെല്ലാം കാലം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു, അവസ്ഥ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു.
അത് ഇന്നതാണെന്ന് നിർണയിക്കേണ്ടി വരുന്നു. അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈശ്വരനെ കുറിച്ചോ ആത്മാവിനെ കുറിച്ചോ ചിന്തയില്ലാതെ ദുഃഖിതർക്ക് തന്നാൽ കഴിയുന്ന ആശ്വാസം നൽകുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടി ചെയ്യുന്ന കർമ്മം ചിത്തശുദ്ധിക്ക് കാരണമാകില്ലേ? അപ്പൊ ഇതാരാ ഇത് ചെയ്യുന്നതെന്നൂടെ അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ഒരാളുകൂടെ ഉണ്ടോ? അതേ ഒരു സങ്കല്പം മാത്രമാണ്, പേര് താഴെ എഴുതിയിട്ടില്ല. ഈശ്വരനെ കുറിച്ച് ആത്മാവിനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നു, ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്നു. ആരാ ഇത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. പിന്നെ ഒരു സങ്കല്പത്തിൽ ആണെങ്കിൽ, അങ്ങനെ ഒരു സങ്കല്പത്തിൽ നമ്മളൊരാളെ ചിന്തിക്കുകയാണ്. അതായത് ഒരാൾക്ക് ദുഃഖിതർക്ക് ആശ്വാസം നൽകുക എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നു, അയാൾക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ഒരാഗ്രഹം നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രവൃത്തിക്ക് പ്രേരണയായിട്ട് എപ്പോഴും ആഗ്രഹം നിൽക്കും. എന്തെങ്കിലും ഒരു ആഗ്രഹമില്ലാതെ ഒരാൾക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ദുഃഖിതർക്ക് ആശ്വാസം നൽകുക എന്ന് പറയുമ്പോൾ ആ ആശ്വാസത്തിൽ നിന്ന്, ആ പ്രവൃത്തിയിൽ നിന്ന് അയാൾ കുറഞ്ഞ പക്ഷം ഒരു സന്തോഷം, ആ പ്രവൃത്തിയിലൂടെ അയാൾ ഒരു സന്തോഷമെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാതെ ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അത് ജീവന്റെ നിയമത്തിന് വിരുദ്ധമാണ്. അങ്ങനെ പറയും, ഒരാഗ്രഹമില്ലാതെ പ്രവർത്തിക്കുക എന്നുള്ളത്. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും ആഗ്രഹം കാണും. ഒന്നുമില്ലെങ്കിൽ അയാൾ സ്വന്തം മനസ്സിന്റെ സന്തോഷം എന്തെങ്കിലും പറയും. അങ്ങനെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയും. അതായത് ദുഃഖിതർക്ക് ആശ്വാസം കൊടുക്കുന്നു, അവർക്ക് സന്തോഷം വരുമ്പോൾ അതിലും അയാൾ സന്തോഷിക്കുന്നു. അപ്പോൾ അയാളുടെ ഉള്ളിലും കാമനയുണ്ട്. അപ്പോൾ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അയാൾ പ്രവർത്തിക്കുന്നത്, സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആരുടെ സുഖത്തിന് വേണ്ടി? തന്റെ സുഖത്തിന് വേണ്ടി എന്നാണ് പ്രവർത്തിക്കുന്നത്. ആത്യന്തികമായി അങ്ങനെയുള്ള പ്രവൃത്തി ചിന്തിക്കുമ്പോൾ എന്ത് മനസ്സിലാവും? വാസ്തവത്തിൽ അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് സ്വാർത്ഥതയാണ്, നിസ്വാർത്ഥമാണെന്ന് ഭാവിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ ദുഃഖിതന് ആശ്വാസം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാഗ്രഹിക്കുന്നു? ദുഃഖിതന് ആശ്വാസം ഉണ്ടാക്കുന്നതാണ് അയാളുടെ സ്വാർത്ഥത. അതിലാണ് അയാൾ സന്തോഷം കണ്ടെത്തുന്നത്. ചിലർക്ക് മറ്റുള്ളവരെ ദ്രോഹിച്ച് സന്തോഷം കണ്ടെത്തുന്നു, ചിലർ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച് സന്തോഷം കണ്ടെത്തും. അപ്പോൾ ഇവിടെ അയാൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചിട്ട് സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത്. അയാൾ അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത അയാൾക്കില്ല. അതിന്റെ പിന്നിലുള്ള തത്വശാസ്ത്രം അയാൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തിയുടെ പരമമായ താല്പര്യം എന്ന് പറയുന്നത് സ്വന്തം സുഖമാണ്. ആ സുഖം എങ്ങനെ കണ്ടെത്തുന്നു? മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നതിലൂടെ സ്വന്തം സുഖം കണ്ടെത്തുന്നു. അപ്പോൾ അതൊരു സൽപ്രവൃത്തിയാണ്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിൽ സ്വാർത്ഥതയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് അത് പൂർണ്ണമായ സ്വാർത്ഥതയാണ്. എന്തുകൊണ്ട്? അതിലൂടെ അയാൾ സന്തോഷവും തനിക്ക് നേടാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ദുഷ്പ്രവൃത്തിയല്ല, സത്പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ സ്വാർത്ഥതയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് നിഷ്കാമമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതാണ് നിഷ്കാമ കർമ്മവും ഇത്തരം പ്രവർത്തനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ലോകത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ ധാരാളം പേര് ചെയ്യുന്നുണ്ട്, അതൊന്നും നിഷ്കാമമാകുന്നില്ല. എന്തുകൊണ്ട്? അവർ സ്വയം മനസ്സിലാക്കുന്നില്ല ഇത് താൻ ചെയ്യുന്നത് തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്. എന്തുകൊണ്ട്? അജ്ഞത കൊണ്ട്. ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുന്നില്ല. നിഷ്കാമകർമ്മിയാണെങ്കിലോ, ഈ പറയുന്ന നിഷ്കാമകർമ്മിയാണെങ്കിൽ അവിടെ സ്വന്തം സുഖം ആഗ്രഹിക്കുന്നില്ല. അവിടെ അതിൽ നിന്ന് സ്വയം സംതൃപ്തി ഉണ്ടാക്കാൻ. അതാണ് നാനുശോചന്തി സുഖദുഃഖേ സമയകൃത്വമെന്ന് പറയുന്നത്. മറ്റത്
ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ത് ചെയ്യുന്നു? അതിൽ നിന്നവർ സ്വന്തം സുഖത്തെ നേടുന്നു. കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഒരാഗ്രഹം ഇല്ലാതെ പ്രവൃത്തി നടക്കത്തില്ല. അത് മാത്രമല്ല, ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് സാധാരണ പറയുന്നവരെല്ലാം, അങ്ങനെ പറഞ്ഞ് പ്രവർത്തിക്കുന്നവരെല്ലാം സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് കൂടുതൽ സ്വാർത്ഥമതികളായി. അതിലവർ കൂടുതൽ ആനന്ദം കണ്ടെത്തും. ഇവിടെ പറഞ്ഞുള്ള ദുഃഖം മാത്രമല്ല ഒഴിവാക്കേണ്ടത്, ആനന്ദം ഒഴിവാക്കേണ്ടതാണ്. അവരോട് സംസാരിച്ച് അവരെന്ന് പറയും, എനിക്ക് പ്രവൃത്തി വളരെ ആനന്ദം തരുന്നു, അതിലവർ സന്തോഷം കണ്ടെത്തുന്നു. അത്തരത്തിൽ അതും അനുശോചനമാണ് ഇവിടെ പറയുന്നത്. തന്റെ പ്രവൃത്തിയിലൂടെ ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് നിരന്തരം ആനന്ദത്തെ കണ്ടെത്തുക, അതുതന്നെയാണ് ഇവിടെ പറയുന്ന അനുശോചനം. ഇവിടെ നിഷ്കാമത്തിലെന്താണ്? സമയകൃത്വ. അത്തരം തന്റെ സൽപ്രവൃത്തികളിൽ നിന്നും തന്റെ ആനന്ദമോ തന്റെ സുഖമോ ഒന്നും അയാൾ ഉണ്ടാക്കുന്നില്ല. അതിനെ പറഞ്ഞ സുഖം വരുമ്പോൾ ഹർഷം, അതിൽ ഹർഷം ഉണ്ടാക്കരുത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ പ്രവൃത്തിയിൽ നിന്ന് ആ വ്യക്തി ഈ തത്വചിന്ത അയാളുടെ ഉള്ളിലില്ലെങ്കിൽ, അതെന്തുകൊണ്ടത് സംഭവിക്കുന്നു? അയാളുടെ അജ്ഞത കൊണ്ടാണ്. ഇത്തരം ഒരു തത്വചിന്ത ഒരുവന്റെ ഉള്ളിലില്ലെങ്കിൽ അയാൾ ആ പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തും. അപ്പൊ സാധാരണ നമ്മൾ പറയുമല്ലോ, നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ സന്തോഷം കണ്ടെത്തണം. അങ്ങനെ സന്തോഷം കണ്ടെത്തി പ്രവർത്തിക്കുന്നതാണ് പ്രവൃത്തി ശരിയായെന്നൊക്കെ പറയും. അത് സാധാരണ ലൗകിക പ്രവൃത്തികളെ സംബന്ധിച്ച് അത് ശരിയാണ്. നിഷ്കാമകർമ്മം അങ്ങനെയാണ്. നിഷ്കാമകർമ്മം അവിടെ സ്വാർത്ഥമായ ആനന്ദം, അതും നിഷ്കാമകർമ്മം ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ആ സ്വാർത്ഥമായ ആനന്ദവും പിന്നീട് ദുഃഖത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുന്നു. ആ സേവനത്തിൽ നിന്ന് നമ്മൾ ആനന്ദം കണ്ടെത്തുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത്തരം പ്രവൃത്തികൾ നിരാശപ്പെടുന്നു. കാരണം നമ്മളതിൽ നിന്ന് നമ്മൾ പറയുന്നത് അവിടെ നിഷ്കാമകർമ്മം എന്നാണ്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കർമ്മം നമുക്ക് സുഖം നൽകണമെന്നാണ്, ഹർഷം അത് തരണമെന്നാണ്. അതുകൊണ്ട് ആ കർമ്മത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബന്ധം വരികയോ, ഏതെങ്കിലും തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ നമുക്കൊരു തിരസ്കാരമോ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിന് അംഗീകാരം വരാതിരിക്കുകയോ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിന് എന്തെങ്കിലും പ്രതിബന്ധം വരികയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ആ കർമ്മത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ വന്നാലോ, എന്തെങ്കിലും വിഘ്നമോ എന്തെങ്കിലും പ്രതികൂലതയോ വന്നു കഴിഞ്ഞാൽ ഉടനെ അയാൾ ദുഃഖിക്കുകയും ചെയ്യും. ഒരു നിഷ്കാമകർമ്മം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ദുഃഖം വരത്തില്ല. ആ കർമ്മം പൂർത്തിയാക്കാൻ കഴിയാത്തതുകൊണ്ടോ, കർമ്മത്തിന് പ്രതിബന്ധങ്ങൾ ഉണ്ടായതുകൊണ്ടോ, കർമ്മത്തിന് പ്രതികൂലത ഉണ്ടായതുകൊണ്ടോ ഒന്നും അയാൾ ദുഃഖിക്കുന്നില്ല. കാരണം എന്തുകൊണ്ട്? അയാളിൽ നിന്ന് സുഖത്തെ സമ്പാദിക്കുന്നില്ല. അപ്പൊ കേവലമായ സത്കർമ്മങ്ങളും ഇവിടെ പറയുന്ന നിഷ്കാമകർമ്മവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിന്റെ പിന്നിലൊരു തത്വചിന്തയുണ്ട്, മറ്റതിന്റെ പിന്നിൽ അതില്ല. അതുകൊണ്ട് അയാൾക്ക് തിരിച്ചറിവില്ല, വിവേകമില്ല. അതുകൊണ്ട് തന്റെ പ്രവൃത്തി തന്നെ സ്വാർത്ഥനാക്കുന്നോ ഇല്ലയോ, ആക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ്? തന്റെ പ്രവൃത്തി തനിക്ക് ആനന്ദം തരുന്നു, ആനന്ദം തന്റെ സ്വാർത്ഥയായി വരുമോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. അയാളുടെ മനസ്സിലൊരു വിചാരമില്ല, എന്താണ്? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. എന്തിനാണെന്ന് ചോദിച്ചാൽ അയാൾ പറയും, അതാണ് എന്റെ സുഖം, അതാണ് എനിക്ക് സന്തോഷം, അതിലാണ് എനിക്ക് സന്തോഷം. അതിലെന്ന് പറയുന്ന ആ ഒറ്റ വാക്കിൽ തന്നെ എന്ത് വന്നു? സ്വാർത്ഥത വന്നു, നിഷ്കാമത്വവും പോയി. അത് സകാമകർമ്മമാണ്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, അതുകൊണ്ടൊരു പ്രവൃത്തി ഒരിക്കലും നിഷ്കാമമാകുന്നില്ല. അതും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ടൊരിക്കലും അത് നിഷ്കാമമാകത്തില്ല, അതൊരിക്കലും നിഷ്കാമമാകില്ല. പക്ഷേ ഒരാൾ തനിക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യുന്നു, ചെയ്താലും അത് നിഷ്കാമമാകാം. മറ്റൊരാൾക്ക് വേണ്ടിയല്ല ചെയ്യുന്നു, തനിക്ക് വേണ്ടി ചെയ്യുന്നു, ആ പ്രവൃത്തിയും നിഷ്കാമമാണ്. എന്തുകൊണ്ട്? ഇവിടെ നിഷ്കാമകർമ്മം ചെയ്യുന്നവൻ ആത്യന്തികമായിട്ട് ആ പ്രവൃത്തി ചെയ്യുന്ന ആർക്ക് വേണ്ടി? തനിക്ക് വേണ്ടി തന്നെ.
എന്തിന്? തന്റെ ചിത്തശുദ്ധിക്ക് വേണ്ടി. താൻ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അന്യന്റെ ചിത്തശുദ്ധിയല്ല ഉണ്ടാകുന്നു. ആത്യന്തികമായ പ്രവൃത്തി തനിക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ എന്നാലും അയാൾക്കത് ചിത്തശുദ്ധി ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? അയാൾക്കതിന്റെ പിന്നിലുള്ള തത്വബോധമുണ്ട്. അയാൾക്കറിയാം ഈ പ്രവൃത്തി ആത്യന്തികമായി തനിക്ക് തന്നെയാണ്. പക്ഷേ ആ പ്രവൃത്തിയിൽ അയാൾ അഹന്തയെ തിരിക്കുന്നു. ഈ പറയുന്നത് പോലെയുള്ള സമയകൃത്വ സുഖ ദുഃഖങ്ങളെ സമമാക്കുന്നു. അത്തരം പ്രവൃത്തി ഒരു പക്ഷേ സമൂഹത്തിന് വേണ്ടിയായിരിക്കും അയാൾ ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്നത് പോലുള്ള വൃഥാഭിമാനമില്ല അയാൾ. ലോകത്തിന് വേണ്ടി ഞാൻ നന്മ ചെയ്യുന്നു എന്നുള്ളത് ഒരു വൃഥാഭിമാനമാണ്. അതാണ്. അതുകൊണ്ട് മഹാത്മാക്കളൊക്കെ ഒരു പടി കൂടി കടന്നു പറയും, ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യാൻ ആർക്കും കഴിയത്തില്ല എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. ലോകത്തിന് വേണ്ടിയുള്ള ഒരു ഉറുമ്പിന് വേണ്ടി കൂടിയും നന്മ ചെയ്യാൻ ആർക്കും കഴിയത്തില്ല. എന്തുകൊണ്ട്? സൃഷ്ടി, സ്ഥിതി, സംഹാരം ഈ മൂന്ന് ജോലിയും ഭഗവാന്റേതാണ്, മനുഷ്യന്റെ അല്ല. സ്ഥിതികർമ്മം അത് ചെയ്യുന്ന ഈശ്വരനാണ്, മനുഷ്യനല്ല, ജീവനല്ല. അപ്പൊ ഈ സ്ഥിതി കർമ്മത്തിലാണ് എന്ത് യോഗക്ഷേമങ്ങൾ വരുന്നത്. ഈ ജീവികളുടെ എല്ലാ യോഗക്ഷേമം നിർവഹിക്കുന്ന ആര്? ഈശ്വരനാണ്. അത് താനാണെന്ന് വിചാരിച്ച് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ നന്മ ചെയ്യാൻ എനിക്ക് കഴിയും, ഞാൻ മറ്റുള്ളവരെ സേവിക്കുന്നു എന്നൊക്കെ ആരെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അത് അജ്ഞത കൊണ്ടാണ്. അതുകൊണ്ടല്ലേ ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് യോഗക്ഷേമം മഹാമ്യഹം. യോഗക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ്, അതെന്റെ ഡ്യൂട്ടിയാണ്, നിന്റെ ഡ്യൂട്ടിയല്ലെന്നാണ്. നീ നിന്റെ കാര്യം നോക്കിയാണ് എന്ന് പറയുന്നില്ല. അപ്പോൾ പരമാർത്ഥം അതാണ്. നമ്മളാരും ആർക്കു വേണ്ടി ഒരു നന്മയും ചെയ്യുന്നില്ല. കാരണം അതിനുള്ള ശേഷിയില്ല. ജീവനെന്ന് പറയുന്നത് ഒരുവന്റെ നന്മ എന്താണ്, ഒരുവന്റെ തിന്മ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യാൻ ശേഷിയുള്ളവനല്ല. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതൊക്കെ ആത്യന്തികമായി നമുക്ക് വേണ്ടി ചെയ്യുന്നു, പരമാർത്ഥത്തിൽ. പിന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമുക്ക് പറയാം നമ്മൾ ലോകസേവനം ചെയ്യുന്നു. അതും ചിന്തിച്ച് ചിന്തിച്ചാലും മനസ്സിലാവും. എന്താണോ? യോഗക്ഷേമം ഈശ്വരന്റെ കയ്യിലാണ്. നമ്മുടെ പോലും യോഗക്ഷേമം ഈശ്വരന്റെ കയ്യിലാണെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ യോഗക്ഷേമം അങ്ങനെ നമ്മൾ ചെയ്യും പറ്റത്തില്ല. ഭഗവാൻ പറയുന്നത് എന്താണ്? നിന്റെ യോഗക്ഷേമങ്ങൾ ഞാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കർമ്മയോഗി എന്ത് ചെയ്യുന്നു? യോഗക്ഷേമങ്ങൾ ഈശ്വരനെ അർപ്പിച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ തന്റെ യോഗക്ഷേമം വരെ ഈശ്വരനെ ഏൽപ്പിച്ചതാണ്. മറ്റുള്ളവരുടെ യോഗക്ഷേമങ്ങൾ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റും? പരമാർത്ഥമായി ചിന്തിച്ചാൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥിതി കർമ്മം എന്ന് പറയുന്നത് ജീവൻ ചെയ്യുന്നു എന്ന് വരും. അതിനുള്ള ശേഷി ജീവൻ ഒരിക്കലും ഇല്ല. പിന്നെ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ബാഹ്യദൃഷ്ടിയിൽ അത് ലോകസേവനമാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു എന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിലും ആന്തരികമായി സൂക്ഷ്മമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവനവന് വേണ്ടി തന്നെ. കാരണം ആത്യന്തികമായി അവനവന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. ഈ ജീവൻ ഈ സംസാര ബന്ധനത്തിൽപ്പെട്ടിട്ട്, അതായത് ഒരാളെ കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്, അയാൾ അതിൽ നിന്ന് മോചിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ജന്മം തുടങ്ങി മരണം വരെയുള്ള സർവ്വ കാര്യങ്ങളും ആ ജീവൻ ഈ ബന്ധനത്തിൽ നിന്ന് മോചിക്കാനുള്ള ശ്രമമാണ്. സ്വന്തം മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എല്ലാം നടക്കുന്നത്. ഒരാളെ കൈകൊണ്ട് ഒരാളെ കൈയും കാലും കൂട്ടിക്കെട്ടിയിട്ട് കഴിഞ്ഞാൽ അയാളെ കെട്ടുകൾ അഴിച്ച് സ്വയം മോചിക്കാൻ ശ്രമിക്കുന്നവർ ആത്യന്തികമായി തന്റെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് തന്നെയാണ് ഈ സംസാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ജീവികളും ചെയ്യുന്നതാണ്. ഇതിൽ നിന്ന് മോചനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. സകാമകർമ്മമോ, സത്പ്രവൃത്തിയോ, ദുഷ്പ്രവൃത്തിയോ, നിഷ്കാമകർമ്മമോ, ഈശ്വരഭജനമോ, ഈശ്വര നിന്ദയോ, ഈശ്വര നിഷേധമോ, എന്തായാലും ശരി, അയാളുടെ സർവ്വപ്രവൃത്തിയും അയാളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. ആത്യന്തികമായി തന്നെ അയക്കുന്നു. അതിൽ എന്ത് ചെയ്യുന്നു? അപൂർവ സുഹൃതികൾ ഗുരുവിനെ സമീപിക്കുന്നു, ശാസ്ത്രത്തെ സമീപിക്കുന്നു, ഈശ്വരനെ ആശ്രയിക്കുന്നു, അങ്ങനെ വരുന്നു. അവരും ചെയ്യുന്ന എന്ത് തന്നെ?
തനിക്ക് വേണ്ടിയുള്ള പ്രവൃത്തി തന്നെ ആത്യന്തികമായി ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തികൾ ഫലത്തിൽ മറ്റുള്ളവർക്കും നന്മയ്ക്ക് ഉതകുന്നുണ്ടാകും. പക്ഷെ അതൊന്നും കൊണ്ട് അതെല്ലാം ആത്യന്തികമായി പരന് വേണ്ടി ചെയ്യുന്നു എന്ന് കരുതുന്നത് മൂഢത്വമാണ്. കാരണം പരന്റെ യോഗക്ഷേമം തന്റെ യോഗക്ഷേമവും വാസ്തവത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആര്? ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ടാണ് അർജുനനോട് പറയുന്നത് അതൊന്നും നീ ചിന്തിക്കരുത്, സ്വധർമ്മം സ്വകർത്തവ്യം ചെയ്യുക. അതിലിങ്ങനെ ഒരു ഈശ്വരബോധം ഉണ്ടെങ്കിൽ അതവന് മനഃശുദ്ധിക്ക് ഉപകരിക്കും, ഇല്ലെങ്കിൽ അത് ഉപകരിക്കത്തില്ല. പ്രവൃത്തി അതിന്റെ ഫലത്തെ കൊടുക്കും. അതുകൊണ്ട് സാധാരണ ലൗകിക ദൃഷ്ടിയിൽ ലോകർ പറയുന്നതനുസരിച്ച് ശാസ്ത്രതത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. രണ്ടും രണ്ടാണ്. ഈ പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നു എന്ന് കരുതുന്നത് തന്നെ ആത്യന്തികമായിട്ട് അബദ്ധമാണ് എന്നാദ്യം മനസ്സിലാകും. എന്നാലും മഹാത്മാക്കൾ നമ്മൾ ഉപദേശിക്കും നന്മ ചെയ്യണമെന്ന്. അത് തിന്മയിൽ നിന്ന് മനുഷ്യനെ നന്മയിലേക്ക് മാറ്റാൻ വേണ്ടി ആത്യന്തികമായ തത്വത്തെ നമ്മളെ ബോധിപ്പിക്കുന്ന അല്ല. നന്മ ചെയ്യണമെങ്കിൽ തിന്മ ചെയ്യും. അപ്പൊ തിന്മയിൽ നിന്ന് മനസ്സിനെ മാറ്റണമല്ലോ. സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക് മാറ്റാൻ വേണ്ടി പറയും. അവിടുത്തെ സ്വാർത്ഥത, നിസ്വാർത്ഥത, നന്മ, തിന്മ എല്ലാം തികച്ചും ആപേക്ഷികമാണ്. ആപേക്ഷികമായൊരു തലത്തിൽ അങ്ങനെ ഉപദേശങ്ങൾ നൽകുന്നു, നമ്മൾ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അത് കൂടുതൽ സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ എന്താണോ, ആരും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. അന്യർക്ക് ആശ്വാസം നൽകുക എന്നുള്ള വ്യാജേന അവനവനെ ആശ്വസിക്കുക. അന്യന് ആശ്വാസം കൊടുക്കുമ്പോൾ അത് തനിക്കൊരു സമാധാനം തരുന്നു. അതുകൊണ്ട് താൻ അന്യനെ ആശ്വസിപ്പിക്കുന്നു. വാസ്തവത്തിൽ അവിടെയും താൻ നേടുന്ന എന്താണ്? തന്റെ സമാധാനമാണ്. ഒരു ജീവൻ ആത്യന്തികമായി അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ആ ജീവിതം തന്നെ തന്റെ മോചനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ആശ്വാസം, ശാന്തി, സമാധാനം, സുഖം എന്നൊക്കെ പറയുന്നതാണ് തന്റെ മോചനം. അതവൻ പൂർണ്ണമായി അനുഭവിക്കുന്നില്ല. എവിടെയെങ്കിലും നമ്മളൊരല്പം മനസ്സിന് ശാന്തി, സുഖം, സന്തോഷമൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ നിമിഷം എന്താണോ നമ്മൾ ഈ സംസാരത്തിൽ നിന്ന് അകന്ന് നമ്മുടെ അന്തഭാവത്തോട് അടുക്കുകയാണ്. നമ്മുടെ മുക്തിയോട്, സ്വാതന്ത്ര്യത്തോട് അവൻ അടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എന്തിനു വേണ്ടി? ആത്യന്തികമായി തന്റെ ആ മുക്തിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതാദ്യം ഉൾക്കൊണ്ടിരിക്കും. ഇതിന്റെ പരമമായ തത്വം എന്താണ് എന്ന് ഉൾക്കൊണ്ടിട്ട് ആ ബോധത്തിൽ, ആ വെളിച്ചത്തിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും കാണും. എന്നാൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ മാറിക്കിട്ടും. ഛിന്ന സംശയ എന്ന് പറയുന്നു. സംശയങ്ങൾ പൂർണ്ണമായി ഛേദിക്കണമെങ്കിൽ ഇതിന്റെ ആകവെയുള്ള തത്വം അറിയണം. ആത്യന്തികമായിട്ടുള്ള തത്വം. ആ തത്വത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഈ ജീവിതത്തിലുള്ള സർവ്വ സമസ്യകളെയും നോക്കിക്കാണും. എല്ലാ പ്രശ്നങ്ങളും ദാർശനികമോ ഭൗതികമോ ഏതായാലും. അപ്പോൾ മാത്രമേ നമ്മുടെ സംശയങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ മാറത്തുള്ളൂ. അപ്പം അത്തരം ഒരു ഉൾക്കാഴ്ച അതാണ് ആവശ്യം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. അതിന്റെ ഉപദേശം, ഗുരുക്കന്മാരുടെ ഉപദേശം പലപ്പോഴും പല തരത്തിൽ നിന്നുകൊണ്ടാണ്. അസത്യേ പത്മനിത്വ പറഞ്ഞിട്ടുള്ളതാണ്. അസത്യത്തിന്റെ മാർഗത്തിൽ ആണ് ഉപദേശങ്ങളെല്ലാം. സത്യത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാനില്ല, സത്യത്തെക്കുറിച്ചുള്ള ഉപദേശമില്ല. അസത്യത്തിന്റെ വഴി നിന്നുകൊണ്ട് അസത്യമാണ് ഉപദേശിക്കുന്നത്. തത് സത്യം സമീഹത. അവിടെ നിന്നുകൊണ്ട് സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകുന്നു. കാരണം സത്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നതിന് സത്യത്തിൽ നിന്നുകൊണ്ട് പറ്റുന്നില്ല, അസത്യത്തിൽ നിന്നുകൊണ്ടാണ്. അതിന് പല തലങ്ങളുണ്ട്.
അസത്യത്തിൻ്റെതായ പല തലങ്ങൾ. അവിടെ നിന്ന് ഒരു സമയം നമ്മളോട് പറയുന്നു നിങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന്. അത് ശരിയാണ്, അത് വിശ്വസിച്ച് നമ്മൾ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പക്ഷെ അത് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്ന് മനസ്സിലാവും താൻ പ്രവർത്തിച്ചത് തന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെ, ലോക നന്മയ്ക്ക് വേണ്ടി അല്ല. ഒരു ജീവനെ സംബന്ധിച്ചതേ പറ്റും. ഈശ്വരന് പറ്റും. അതാണ് പറയുന്നത് അഭ്യുത്ഥാനം അധർമ്മസി തദാത്മാനം സൃജാമ്യഹം എന്ന് പറയുന്നത്. ഈശ്വരന് ലോകം നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് ഈശ്വരൻ പറയുന്നത് സൃജാമ്യഹം, ഞാൻ അങ്ങനെ ഭൂമിയിൽ വരുന്നു, മനുഷ്യരൂപത്തിൽ വരുന്നു, ലോകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അത് ഈശ്വരനെ പറ്റും. സാധാരണ ജീവന്മാർക്കത് സാധ്യമല്ല. അതുകൊണ്ട് ഈ പറയുന്ന ഈ ചോദ്യം ഇത് സാധാരണ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരാൾ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ചോദ്യം വളരെ സാധാരണമായൊരു ചോദ്യമാണെങ്കിലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഇത് പറയുന്നുണ്ടല്ലോ, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അതിന്റെ വാസ്തവത്തിൽ അബദ്ധമല്ലേ? ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ ഈ ലോകത്താർക്കെങ്കിലും പ്രവർത്തിക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും? ശ്വാസം പോലും ഒരാൾക്ക് വിടാൻ പറ്റത്തില്ല ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ, ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഈശ്വരനെന്ന് പറയുന്നതിന് നേരത്തെ പറഞ്ഞല്ലോ, ഈശ്വരനെ കുറിച്ച് ആ ശബ്ദം ചിലപ്പോൾ ആ ശബ്ദം അയാൾ ചിന്തിക്കുന്നില്ലേ, അതുപോലെ മറ്റേതെങ്കിലും ശബ്ദമായിരിക്കും ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് സാധാരണ ഉള്ള ധാരണകൾ, പല ധാരണകളും അതിനയാൾ നിഷേധിക്കുന്നുണ്ടാവും. അങ്ങനെ സംഭവിക്കും. ഈശ്വരനെ കുറിച്ച് പല ധാരണകളുണ്ട്. ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കും ഈശ്വരൻ എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്ന ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു ആളാണ്, കണ്ട മനുഷ്യനെ പോലെ തന്നെ ഇരിക്കും. ഇങ്ങനെയൊക്കെ ഈശ്വരനെ കുറിച്ചൊരു സങ്കല്പം കാണും. അപ്പോൾ ആ സങ്കല്പത്തെ നിഷേധിക്കുന്നവർ കാണും. അങ്ങനെ ഒരു ഈശ്വരനില്ല. അപ്പോൾ വാസ്തവത്തിൽ ഈശ്വരൻ എന്താണോ? ഈശ്വരനെ കുറിച്ച് ഇവിടെ ഉപനിഷത്ത് പറയുന്ന എന്താണ്, അല്ലെങ്കിൽ ഗീതി പറയുന്ന എന്താണ്? ആരാണ് ഈശ്വരൻ എന്ന് പറയുന്നത്? അപ്പൊ ഈശ്വരനെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈശ്വരൻ ഒരുപാട് അകറ്റിക്കളയുന്നു. അതാ വാസ്തവ സംഭവിക്കുന്നു. ഈശ്വരനെ കുറിച്ച് ചിന്തിച്ച് ഈശ്വരനിൽ നിന്നും മാറി പോവുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യനെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ ചോദ്യം ചോദിച്ചാണ്. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത മനുഷ്യരുണ്ടോ? ഏതെങ്കിലും ഒരു മനുഷ്യനെ കാണിച്ചു തരാമോ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ? ഈശ്വരനെ നിഷേധിക്കുന്നവനാ, അവനെ ഈശ്വരനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ നിഷേധിക്കുന്നു. ഈശ്വരനില്ലെന്ന് പറയുന്നവനും എന്ത് ചെയ്യുന്നു? ഇപ്പൊ പറയണം ഇവിടെ ഭൂതമില്ല എന്ന് പറഞ്ഞാൽ അവൻ ആദ്യം ഭൂതത്തെ കുറിച്ച് ചിന്തിക്കുന്നു, പിന്നെ ഭൂതത്തെ നിഷേധിക്കുന്നു. അപ്പൊ ഈശ്വരനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുന്നില്ലെന്ന്. ആരെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഈശ്വരനെ കുറിച്ച്. അപ്പൊ ആദ്യം ഈശ്വരൻ വരുന്നു, പിന്നെയാണ് അതിന്റെ നിഷേധം വരുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ പോലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരാളെ കിട്ടത്തില്ല. പിന്നെ അതിന് പറയാം അങ്ങനെയല്ല, ഈശ്വരനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരിക്കലും ഒരു വിശ്വസിക്കേണ്ട വസ്തുവല്ല. നമ്മളെപ്പോഴും വിശ്വസിക്കുന്നതിനെ കുറിച്ച്, നമുക്ക് ബോധ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആണ് വിശ്വസിക്കേണ്ടി വരുന്നത്. അപ്പൊ ഈശ്വരനെ കുറിച്ച് ആർക്കും വിശ്വസിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഈശ്വരനെ കുറിച്ച് ബോധ്യമില്ലാത്ത ആരുമില്ല. പിന്നെ ഈ പറയുന്ന സങ്കല്പങ്ങളായിരിക്കും ഒരാൾ ഒരുപക്ഷെ നിഷേധിക്കും. ഈശ്വരനെ കുറിച്ചുള്ള കൽപ്പനകളെ ഒരാൾ നിഷേധിക്കും. അത് നമ്മൾ നിഷേധിക്കുമല്ലോ. നമ്മളോട് ആരെങ്കിലും പറയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് സിംഹാസനത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു എന്ന് പറയാൻ, നമ്മൾ പറയാം അങ്ങനെ ഒരു സിംഹാസനം, ഈശ്വരന് വേണ്ടി ഒരു പ്രത്യേക സിംഹാസനമില്ല എന്ന് പറഞ്ഞാൽ നിഷേധിക്കുകയില്ലേ? ഈശ്വരബോധമില്ലാത്ത ആരുമില്ല. കാരണം ഈശ്വരനെ കുറിച്ച് നമ്മൾ എന്ത് പറയുന്നു? അത് സച്ചിദാനന്ദ സ്വരൂപനാണെന്നാണ്, സത്ത് ഉണ്മ. അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ?
ചിത്ത്, ബോധം, അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആനന്ദ, സുഖം, അതിന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പിന്നെ എങ്ങനെ ഈശ്വരനെ മറക്കാൻ പറ്റും? അപ്പൊ ഈശ്വരനെ കുറിച്ച് അറിയാതെ ആരാ ഇവിടെ പ്രവർത്തിക്കുന്നത്? അങ്ങനെ പറയുന്നതിന് അബദ്ധമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രവൃത്തിയിലെല്ലാം അവർക്ക് അതിന്റെ പിന്നിലുള്ള ഒരു തത്വചിന്തയെക്കുറിച്ച് അവർക്ക് ബോധമില്ല. അവരറിയുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചറിയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരിതിനെല്ലാം അറിയുന്നുണ്ട്, അവനിതിന് ഈശ്വരൻ എന്നൊരു പേരിടുന്നില്ലെന്നേ ഉള്ളൂ. അത് ഉപനിഷത്ത് ഈശ്വരൻ എന്ന് പേരിടുന്നില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശബ്ദം തന്നെ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഉപനിഷത്തുകളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ സച്ചിദാനന്ദം എന്നേ പറയും, ചിത്തെന്നോ ജ്ഞാനോ എന്നോ ആനന്ദമെന്നോ പറയും. ഈശ്വരനെന്നൊന്നും അവിടെയൊന്നും പറയാറില്ല. ഈ പേരിലാണ് ആൾക്കാർ തമ്മിലുള്ള വഴക്ക്, നാമത്തിൽ. അപ്പോൾ ഈശ്വരനെ അറിയാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല, എല്ലാവരും അറിയുന്നുണ്ട്. അപ്പോൾ ഈശ്വരനെ മറന്നിട്ടാരും പ്രവർത്തിക്കുന്നുമില്ല. നമുക്കൊന്ന് പറയാം, ഈശ്വരനെ കുറിച്ചുള്ള ആ തത്വചിന്ത അതില്ലാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, പക്ഷെ അവർ ഈശ്വരനെ അറിയാതിരിക്കുന്നില്ല. എല്ലാവരും ഈശ്വരനെ അറിഞ്ഞിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഈശ്വരനെ തെറ്റിദ്ധരിച്ച് അംഗീകരിക്കുന്നവരും നിഷേധിക്കുന്നവരും ഉണ്ട്. രണ്ടുപേരും തുല്യരാണ്. ഒരാൾ പറയുന്നു, ഞാൻ ഈശ്വര വിശ്വാസത്തോടുകൂടി ലോകത്തിന് നന്മ ചെയ്യുന്നു. നമുക്ക് ചോദിക്കാം, എന്താ നിങ്ങളുടെ ഈശ്വരൻ? ഈശ്വരൻ എന്ന് പറയുന്നത് സ്വർഗത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളാണ് എന്ന് കരുതിയിട്ട് അയാൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ അയാളും വാസ്തവത്തിൽ ഈശ്വരനെ അറിയുന്നില്ല, അയാൾ ഈശ്വരനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഈശ്വരൻ നിഷേധിയും ഈ ഈശ്വരനെ അറിയുന്നവനും രണ്ടും ഒരുപോലെയായി. രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ട്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഈശ്വരൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, പ്രത്യേക ഒരു സീറ്റിലിരിക്കുന്ന ആളല്ല എന്ന് അയാൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ അയാളെ സംബന്ധിച്ച് എന്താണ്? ഈശ്വരബോധമില്ല. അയാൾ പ്രവർത്തിക്കുമ്പോഴും ഈശ്വരബോധമുണ്ട്, ശരിയായ ഈശ്വരബോധമില്ല. ഈശ്വരനെ നിഷേധിക്കുന്നവനും അത് തന്നെ, അതിന്റെ പിന്നിലുള്ള ശരിയായ തത്വചിന്തയില്ല. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഇവിടെ ഗീതയിൽ പറയുന്നു, ഉപനിഷത്തിൽ പറയുന്ന ഈശ്വരബോധം, അതിന്റെ വെളിച്ചത്തിൽ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് സകാമമാണോ, നിഷ്കാമമാണോ, സ്വാർത്ഥമാണോ, നിസ്വാർത്ഥമാണോ? അത്തരത്തിലേക്ക് നമ്മുടെ ബുദ്ധി കടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ സംശയം വീണ്ടും വീണ്ടും വരുന്നത്. അല്ലെങ്കിൽ തെറ്റായി എന്തോ നമ്മളെ മനസ്സിൽ ധരിച്ചിരിക്കുന്നു. ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാതെ ഒരാൾക്ക് പ്രവർത്തിക്കാം. എവിടെ ആരോ പറഞ്ഞു, പണ്ട് പള്ളിക്കൂടത്തിലങ്ങാണ്ട് ഏതോ സാറന്മാര് പറഞ്ഞു, അത് കേട്ടാണ്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, അത് കേട്ടു. പത്രം വായിച്ചറിഞ്ഞു, ഈ മംഗളം വായിച്ചപ്പോഴോ മറ്റോ കിട്ടിയതായിരുന്നു. അതിനൊക്കെ ഇങ്ങനെയുള്ള ഉദാത്തമായ ആശയങ്ങൾ വരാറുണ്ട്. അല്ലാതെ ഗീത പഠിച്ചതിന്റെ, ഗീതയെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ അല്ല. ഗീതയിൽ പറയുന്ന ഈശ്വരബോധം, ഗീതയിൽ പറയുന്ന നിഷ്കാമകർമ്മം, കർമ്മം, ചിത്തശുദ്ധി, അതിനെ ഉൾക്കൊണ്ടിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ, ഞാനിതിപ്പം സമാധാനം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഞാനിത് പലതവണ പറഞ്ഞു കഴിഞ്ഞതാ, ആദ്യം പറയുന്നതല്ല. അപ്പോ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണെങ്കിൽ ശരി, പലതവണ ചർച്ച ചെയ്തിട്ടും സംഗതി അത് പിടികിട്ടുന്നില്ല. കാരണം മനസ്സങ്ങോട്ട് കടക്കുന്നില്ല എന്നർത്ഥം. ഇതിന് സമാധാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, വേറെ ഉപായമൊന്നുമല്ല. നമ്മുടെ മനസ്സിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ മംഗളവും മനോരമയൊക്കെ വായിച്ചുള്ള ഒരു സംസ്കാരവും മനസ്സിരിക്കുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ അങ്ങോട്ട് ഗീത ചെന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് കയറ്റത്തില്ല. ഗീത മാറ്റി നിർത്തും, വീണ്ടും ഇതൊക്കെ തന്നെ വരും, വീണ്ടും പഴയ രീതിയിൽ തന്നെ. അപ്പൊ അതങ്ങോട്ട് മാറ്റണം. ഇത് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അതിപ്പോ നമ്മൾ 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എത്രയോ ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ കടന്നുപോയി. അവിടേക്ക് എന്താ ചിന്തിച്ചത്? ഇനി ഇത് കഴിഞ്ഞാലും വീണ്ടും
ഇതിനെല്ലാം വിസ്മരിച്ചിട്ട് ബാക്കി പ്രവൃത്തിയിലേക്ക് പോകുന്നു. ഇതിങ്ങനെ നിരന്തരം ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ശരിയായ ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതല്ലാതെ ഇതിന് വേറെ വഴിയില്ല, വേറെ മരുന്നൊന്നും ഇതിനില്ല. ഇത് നമുക്ക് പലതവണ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. മനസ്സിലാകുന്നില്ലെങ്കിൽ ചോദിക്കാതിരിക്കേണ്ട, ചോദിച്ചോളൂ. വീണ്ടും ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയാനൊരു കാര്യമാണ്, അത് മനസ്സിനതിന്റെ ദൃഢത വരുന്നില്ല. അതാ ചോദ്യം ചോദിക്കുന്ന ആരും ഇതാദ്യം കേൾക്കുന്നവരാണ്. പക്ഷെ കേൾക്കുന്ന കാര്യങ്ങളും മനസ്സിൽ ദൃഢത വരുന്നില്ല. ഭഗവാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ബഹുവിനാം ജന്മനാം അന്തേ അങ്ങനെയായിരിക്കും, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ചോദ്യങ്ങൾ തന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. സ്വയം ചോദിക്കുക, ഇതെന്താണ്? സ്വയം ഉത്തരം ഉള്ളിൽ നിന്ന് വരണം. അതാണ് വാസ്തവത, അതാണ് ഇതിന്റെ തകരാറ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ മറ്റൊരാളോട് ചോദിക്കാതെ തന്നോട് തന്നെ ചോദിക്കുക. തന്നോട് തന്നെ ചോദിക്കുമ്പോൾ ഉത്തരം തന്നെ നിന്ന് തരും. കാരണം ഇതിന്റെ എല്ലാം മറുപടി തന്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. എല്ലാ ചോദ്യങ്ങളുടെയും സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ചിന്ത, മനനം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഈ പൂർവപക്ഷം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിരന്തരം തന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. തന്റെ ഉള്ളിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്ന് തന്നെ ഇതിന് മറുപടി കിട്ടണം. എന്നാലും ശരിയാവും. അതിന് പറയുന്ന ഗുരു ഉള്ളിൽ വരണമെന്ന്. അങ്ങനെ സർവ സംശയങ്ങളും പരിഹരിക്കുന്ന അറിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുക. ഭഗവാൻ അർജുനോട് പറഞ്ഞതുപോലെ നിമിത്തം മാത്രം, ബാക്കിയുള്ളതെല്ലാം കേവലം നിമിത്തങ്ങൾ. അറിവ് ഉള്ളിൽ നിന്ന് തന്നെ വരണം. പുറമേ നിന്ന് അറിവിനുള്ളിൽ കയറാൻ ഒക്കത്തില്ല. അറിവ് ആത്മസാന്നിധ്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ അറിവ് ഉള്ളിൽ നിന്ന് പ്രകാശിക്കുന്നു. അങ്ങനെ വന്നാലേ ഈ സംശയങ്ങൾ തീരത്തുള്ളൂ. തന്നോട് തന്നെ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ തന്നിൽ നിന്ന് തന്നെ മറുപടി വരും. അതാണ് മനനം എന്ന് പറയുന്നത്. ശ്രവണം പിന്നെ മനനം എന്ന് പറയുന്നത്. ശ്രവണം കൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ലല്ലോ. ശ്രവണം എന്ന് പറയുമ്പോൾ ഗുരുവിൽ നിന്ന് കേൾക്കുന്നു, മറ്റൊരാളിൽ നിന്ന് കേൾക്കുന്നു, ശാസ്ത്രത്തിൽ നിന്ന് കേൾക്കുന്നു. മനനത്തിൽ അങ്ങനെയല്ല. മനനത്തിലുമുണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും. അത് തന്നിൽ തന്നെയാണ് ചോദ്യം, തന്നിൽ തന്നെയാണ് ഉത്തരം. അപ്പോൾ ഇവിടെ ശ്രവണം നടക്കുന്നുണ്ട്, പക്ഷെ മനനം നടക്കുന്നില്ല. അതാ പ്രശ്നം. മനനവും ശരിയാകണം. മനനം ശരിയാകുമ്പോൾ നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ നമ്മുടെ ഉള്ളിൽ തെളിയും, പ്രകാശിക്കും. അതിന്റെ ന്യൂനതയാണ് ശ്രവണത്തിന്റെ ന്യൂനതയല്ല. അപ്പോൾ ഒരാൾ പറയുന്നത്, എനിക്ക് മനനം ചെയ്യാൻ എൻ്റെ കയ്യിൽ കാര്യങ്ങളൊന്നുമില്ല, സാധനമൊന്നുമില്ല. ഞാൻ മനനം ചെയ്തു കഴിഞ്ഞാൽ വരുന്ന വേറെ കാര്യങ്ങളായിരിക്കും. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പം തന്നെ തീരുന്നു. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ ശ്രവണം ആവർത്തിക്കുക. പിന്നെ അതിനതേ ഉള്ളൂ. മനനത്തിന് മനസ്സിന് ശേഷിയില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രവണം തുടരുക. അപ്പോൾ ആവർത്തിച്ച് ശ്രവണം നടത്തുമ്പോൾ മനസ്സിലത് കുറേയൊക്കെ പറ്റിക്കൂടും. അതിന്റെ ബലത്തിൽ പിന്നെ മനനം നടത്തും, ചിന്തിക്കാൻ പറ്റും. മനനത്തിലൂടെ മാത്രമേ അത് തന്റേതായി തീരൂ. ശ്രവണത്തിൽ ഒരാളുടെ മനസ്സിന് ഉറച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഗുരുവിന്റേതായിട്ടിരിക്കും വിദ്യ, തന്റേതാകത്തില്ല. ഒന്നുകിൽ ശ്രവണം കൊണ്ട് തന്നെ അത് തന്റേതാകണം. അത് കഴിഞ്ഞില്ലെങ്കിൽ മനനം കൊണ്ട് അത് തന്റേതാകണം. അറിവ് തന്റെ അറിവായി മാറും. അപ്പൊ ശാസ്ത്രവും ഗുരുവും എല്ലാം വരും നിമിത്തം മാത്രം, തന്റേത് തന്നെയാവും. അത് പിന്നെ അനുഭവത്തിലാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് നിധിധ്യാസനം എന്ന് പറയുന്നത്.
കൂടുതൽ ദൃഢപ്പെടുത്തുക, ഉറപ്പിക്കുക. അങ്ങനെ ആ പ്രവർത്തനം മാറിയാലേ ഈ സംശയങ്ങൾ പരിഹരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. വീണ്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തതിലേക്ക് കിടക്കുകയാണ്. 39-ാമത്തെ ശ്ലോകം. യേഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേത്യുമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. മറ്റൊരു കാര്യം കൂടെ, ഇവിടെ ഇപ്പോൾ കുറച്ചുപേര് ചോദ്യം ചോദിച്ചു, കുറച്ചുപേരൊന്നും ചോദിച്ചില്ല. അപ്പൊ ഈ ചോദിച്ചവരുടെ ഞാൻ ഈ സമാധാനമൊക്കെ പറഞ്ഞത്. ഇപ്പൊ ചോദിക്കാതെ വിചാരിക്കും ഈ മണ്ടന്മാര് ഇവരിത് ചോദിച്ചല്ലോ, ഇത്രയും കാര്യം സമയം ഇതൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയില്ലല്ലോ, നമ്മൾ ബുദ്ധിമാന്മാര്. ഈ പറഞ്ഞത് സ്വാമി കുറെയൊക്കെ നമ്മൾ കുറ്റപ്പെടുത്തിയതുപോലെ പറഞ്ഞല്ലോ, അതൊക്കെ അവരെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. മണ്ടന്മാര് എന്ന് കരുതും. പക്ഷെ അങ്ങനെ കരുതാൻ വരട്ടെ. ശാങ്കരഭാഷ. ശോകമോഹവും അപനയനായ ലൗകികോ ന്യായ സ്വധർമ്മമപിചാവേക്ഷ്യ ഇത്യാദ്യൈ ശ്ലോകൈ ഉക്തഃ നതു താത്പര്യം. അതായത് ശോകമോഹങ്ങൾ ആണ് എല്ലാത്തിനും തകരാറാണെന്ന് പറഞ്ഞല്ലോ. അതിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് രണ്ടുപായങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഭഗവാൻ. ഒന്ന് ആദ്യം ഉപയോഗിച്ചു കഴിഞ്ഞു. എന്താണ്? ആത്മീയമായ ഉപദേശം, ആത്മാവിനെ സംബന്ധിച്ചുള്ള ഉപദേശം. അതുകൊണ്ട് മാറുമോ? നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. പിന്നെ എന്താണ്? ലൗകികോ ന്യായ, ലൗകിക ന്യായം അത് പറയുന്നു. അതായത് നമ്മുടെ ബുദ്ധി സാധാരണ പറയാറുണ്ടല്ലോ, വിശക്കുന്നവന്റെ അടുത്ത് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുവന്റെ ദുഃഖം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ കാര്യം ശോകമോഹങ്ങൾ. അത് തന്നെയാണ് അവന് അനുശോചനം ഉണ്ടാക്കുന്നത്, അർജുനന്റേതുപോലെയുള്ള. അങ്ങനെ സാധാരണ ദുഃഖത്തിന് പരിഹാരം ലൗകികമായ പരിഹാരങ്ങൾ തന്നെ. നമ്മൾ പറയുന്നില്ലേ, ലോകസേവനങ്ങളും മറ്റുള്ളവരുടെ ദുഃഖം മാറ്റാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നു. സുനാമിയിലും മറ്റും നമ്മൾ ചെയ്തതാണ്. ആത്യന്തികമായി ആ ജീവന്റെ ദുഃഖത്തിന് കാരണം ഇവിടെ ഭഗവാൻ പറയുന്നതിന് ശോകമോഹങ്ങൾ തന്നെ. പക്ഷെ ആ സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് ഗീത ഉപദേശിക്കാൻ പോയാൽ തല്ലു വാങ്ങിക്കും. അല്ലാതെ ചെന്നാൽ തന്നെ തല്ലു വാങ്ങിക്കും. പിന്നെ ഗീത പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം മനുഷ്യൻ പ്രാകൃത ബുദ്ധിയുള്ളവനാണ്. നിന്റെ ശോകമോഹങ്ങൾക്ക് കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏശത്തില്ല. ഏറ്റവും പ്രാകൃതമായ ബുദ്ധിയാണ്. അപ്പോൾ അവർക്ക് ഭൗതികമായ സമാധാനം നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെന്ത് ചെയ്യുന്നു, അവരുടെ ദുഃഖശാന്തിക്ക് വേണ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, ലൗകികമായ യുക്തികൾ പറയും. അർജുനൻ ഇപ്പോൾ ദുഃഖിക്കുന്നത് ഭക്ഷണമോ അല്ലെങ്കിൽ തനിക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതുകൊണ്ടോ വസ്ത്രമോ കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അർജുനന് മനസ്സിലാകുന്ന തരത്തിൽ ലൗകികമായ യുക്തികൾ പറഞ്ഞിട്ട് ആ ശോകമോഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. നമ്മളെങ്ങനെയാണോ ലൗകികമായ പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യന് സമാധാനം കൊടുക്കാൻ ശ്രമിക്കുന്നത്, അതുപോലെ. എന്തുകൊണ്ടവിടെ ഈ പറയുന്ന തത്വോപദേശം ഫലപ്രദമല്ല? അതങ്ങോട്ട് ഗ്രഹിക്കുന്നതിനുള്ള മനസ്സിന് പക്വതയില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അവരുടെ താൽക്കാലികമായ ശോകമോഹങ്ങളെ നിവർത്തിക്കുന്നതിന് വേണ്ടി ലൗകികമായ മാർഗങ്ങളെ തന്നെ അവലംബിക്കേണ്ടി വരും. എന്തുകൊണ്ട്? മനുഷ്യൻ, ജീവന്മാർ അത്രയും പ്രാകൃതന്മാരാണ്.
അതുപോലെ അർജുനൻ അങ്ങനെ പ്രാകൃതനായ ഒരാളല്ല. പക്ഷെ എല്ലാ ജീവന്റെയും മനസ്സിന് സംസ്കൃതവും പ്രാകൃതവുമായ അവസ്ഥകൾ മാറി മാറി വരാം. അതിന് കാരണം പറഞ്ഞല്ലോ, അത് രജസ്തമോ ബാഹുല്യം ഉള്ളതാണ്. സാത്വികമായിരിക്കുന്ന മനസ്സിൽ പെട്ടെന്ന് രാജസ താമസ പരിണാമങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ തത്വം പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്ര ഫലിക്കത്തില്ല. ലൗകികമായ ഉപായങ്ങൾ പറയുന്നു. ഇന്നതുകൊണ്ട് ജയിച്ചാൽ രാജ്യം പരിപാലിക്കാം, മരിച്ചാൽ സ്വർഗം കിട്ടും, അങ്ങനെയായാലും നീ യുദ്ധം ചെയ്യണം, നീ ശോകമോഹങ്ങളെ കളയണം. ഇങ്ങനെ ലൗകികമായിട്ടുള്ള ന്യായം ശോകമോഹങ്ങളെ സാധാരണ ആചാര്യന്മാരും നമ്മളുമൊക്കെ സാധാരണ അവലംബിക്കുന്ന ഒരു ഉപായം. അതാണ് ഇവിടെ പറയുന്നത്. സ്വധർമ്മമവിചാപേക്ഷ ഇത്യാദ്യഹി ശ്ലോകൈഹി ഉക്തഃ. സ്വധർമ്മമവിചാപേക്ഷ എന്ന് തുടങ്ങിയ ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞ അതാണ്. എന്നത് താത്പര്യേണ, അത് താത്പര്യപൂർവ്വം പറഞ്ഞല്ല. അതായത് നിന്റെ ശോകമോഹങ്ങളെല്ലാം ഇത് പൂർണ്ണമായും നശിപ്പിക്കും എന്നുള്ള താല്പര്യത്തിൽ പറഞ്ഞല്ല. ജയിച്ചാൽ സ്വർഗം കിട്ടും, ജയിച്ചാൽ രാജ്യം കിട്ടും, മരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞത് ഈ സ്വർഗം അല്ലെങ്കിൽ രാജ്യം നിന്റെ ശോകമോഹങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്ന ഒന്നാണെന്നുള്ള താല്പര്യത്തിൽ പറഞ്ഞാൽ. മഹാത്മാക്കൾ ലോകസംഗ്രഹ പ്രവൃത്തി ചെയ്യുന്നതും എന്താണ്? താല്പര്യത്തോടുകൂടിയല്ല. അങ്ങനെ ഇതുകൊണ്ട് ജീവന്മാരുടെ ദുഃഖങ്ങൾ പരിഹരിക്കും എന്ന് കരുതിയിട്ടല്ല. അവർക്കറിയാം ഇതൊന്നുമല്ല ജീവന്മാരുടെ ദുഃഖപരിഹാരത്തിനുള്ള ഉപായങ്ങളെന്നറിയാം. ദുഃഖത്രയത്തിന്റെ ആത്യന്തികമായ നാശത്തിന് ഇത്തരം ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളൊന്നും ഉപകരിക്കുന്നതല്ല എന്നറിയാം. അറിഞ്ഞാൽ ഇവർ പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി? താൽക്കാലിക ദുഃഖശാന്തിക്ക് വേണ്ടി. അതിന്റെ തത്വം അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. താത്കാലിക ദുഃഖശാന്തി ഉണ്ടാവട്ടെ, അത്രയും ആകട്ടെ എന്ന് കരുതി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ശോകമോഹങ്ങൾ നിശേഷം മാറത്തില്ല എന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന സംഗ്രഹ പ്രവൃത്തികളും മഹാത്മാക്കൾ ചെയ്യുന്ന, നേരത്തെ വേണമല്ലോ, ഈശ്വരനെ അറിയാതെ ചെയ്യുന്നതും ഈശ്വരനെ അറിഞ്ഞു ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അടുത്തെന്ത് ചെയ്യുന്നു? ഒരു പ്രപഞ്ച രഹസ്യത്തെ മനസ്സിലാക്കും. പ്രപഞ്ച രഹസ്യം മുഴുവൻ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വെളിപ്പെട്ടിട്ടാണ് ഒരു മഹാത്മാവ് സാധാരണ മനുഷ്യനെ വെറും ലൗകികനെ പോലെ ആശ്വസിപ്പിക്കാൻ പോകും. സാധാരണ മനുഷ്യന് വേണ്ടി അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുത്ത് അവനെ ഒരു ഈ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിന്റെ എല്ലാം പരമമായ കാര്യങ്ങളെ കാര്യകാരണ സഹിതം മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്കറിയാം തന്റെ ഈ പ്രവൃത്തി വളരെ തുച്ഛമാണ്, നിസാരമാണ്. ഇതൊന്നും ഈ ജീവൻ ആത്യന്തികമായി കരകയറ്റുന്നതല്ല. പക്ഷെ ആ ജീവന് അതിനുള്ള അർഹതയോ അതിനുള്ള പാകതയോ അവരത് ആഗ്രഹിക്കുന്നില്ല. അതാണ് ഒരു മഹാത്മാവിന്റെ സന്നിധിയിൽ ചെന്നുപെട്ടാൽ ഒരുവൻ അതിനുള്ള പാകതയില്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഒരിക്കലും ഈശ്വര സാക്ഷാത്കാരമോ ചിത്തശുദ്ധിയോ ഒന്നും നേടത്തില്ല. അവനവിടെ നിന്ന് നേടുന്നത് അവന്റെ താൽക്കാലികമായ എന്തെങ്കിലും നേട്ടങ്ങളായിരിക്കും. അതേ അവനെ നേടാൻ കഴിയും. ഒരു മഹാത്മാവിന്റെ അടുത്ത് ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നു, എന്റെ രോഗം മാറണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഉണ്ടാവണം, ഉദ്യോഗം കിട്ടണം, അല്ലെങ്കിൽ അത് കിട്ടണം. ഇതാണല്ലോ സാധാരണ മനുഷ്യർ പ്രാർത്ഥിക്കുന്നത്. അവരുടെ ആവശ്യം അതാണ്. അവനൊരിക്കലും കരുതുന്നില്ല, അവനൊരിക്കലും ആ മഹാത്മാവിന്റെ മഹത്വം മനസ്സിലാക്കുന്നില്ല. അവിടെ നിന്ന് എന്താണ് വാസ്തവത്തിൽ താൻ നേടേണ്ടത് അത് മനസ്സിലാക്കുന്നില്ല. അവർക്കും അതറിയാം. ആ മഹാത്മാവും മനസ്സിലാകുന്നു എന്താണ് എന്നിൽ നിന്ന് നേടേണ്ടത്, നേടുന്നതിനുള്ള പക്വത യോഗ്യത ഇവന് വന്നിട്ടില്ല. പിന്നെ ഇവനെന്താണ് ആവശ്യമുള്ളത്? ഭക്ഷണമോ വസ്ത്രമോ ആരോഗ്യമോ, ഇതൊക്കെ സാധാരണ അന്നവസ്ത്രാദികളാണ് സാധാരണ മനുഷ്യന് ആവശ്യം. അതിനു വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷം പേരും പോകും. ഭഗവാൻ ഗീതയിൽ തന്നെ പറയും, അർത്ഥോ ജിജ്ഞാസുരർത്ഥാർത്ഥം.
ഇതിൽ അർത്ഥന്മാരും അർത്ഥാർത്ഥികളുമാണ്. ആർത്ഥന്മാരെന്ന് വെച്ചാൽ ലൗകികമായ ദുഃഖങ്ങളിൽ കൊണ്ടുള്ളത്, ആത്മാവിനെ അറിയാത്തതുകൊണ്ടുള്ള ദുഃഖമല്ല. അപ്പോൾ ഈ ലൗകികമായ ദുഃഖപരിഹാരവും ഇതിനൊക്കെയാണ് ചെലുത്തുന്നത്. അപ്പോൾ അവരോട് മറ്റ് തത്വം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ അത് മനസ്സിലാക്കുന്നു. അതാണ് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് ആവശ്യമുള്ളവരെ നേടുന്നു. അതുകൊണ്ടൊരു മഹാത്മാവിനെ സമീപിച്ചു, അതുകൊണ്ട് മാത്രം അവൻ മോക്ഷം നേടും എന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സാമീപ്യം ഉണ്ടാകുന്നത് പിൽക്കാലത്ത് ഉപകാരപ്പെടും. അവന്റെ ആ ജന്മത്തിൽ അവന് ഈശ്വരബോധം ഉണ്ടാക്കിയില്ലെങ്കിലും ആ ഒരു ബന്ധം അവന് വരും കാലങ്ങളിലേക്ക് സഹായിക്കും. അതിന്റെ ഒരു പ്രഭാവം അവന്റെ അന്ധകരണത്തിൽ പതിഞ്ഞിരിക്കും. പക്ഷെ തൽക്കാലം അവനുണ്ടാകുന്നത് നേട്ടമെന്തോ, അതുകൊണ്ട് അവന് സംതൃപ്തനാകേണ്ടി വരും. അതുകൊണ്ട് അവർ രണ്ടു തരത്തിലും പ്രവർത്തിക്കുന്നു. ജിജ്ഞാസുക്കൾക്ക് തത്വബോധം, ആത്മബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. ലൗകികന്മാർക്ക് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു. ഇവിടെ ഭഗവാനും അത് തന്നെ ചെയ്യുന്നു. ലൗകികമായ ന്യായം അനുസരിച്ച് ഉപദേശിക്കുന്നു, പാരമാർത്ഥികമായ തത്വബോധത്തോടുകൂടി ഉപദേശിക്കുന്നു. പരമാർത്ഥ ദർശനം ഇഹ പ്രകൃതം, അടുത്ത ഭാഷകാരൻ പറയുന്നു. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്ന ഈ ലൗകികമായ കാര്യങ്ങളല്ല. ഇവിടെ ഭഗവാൻ എല്ലാവരോടും സ്വർഗം നേടാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ പറയുകയല്ല. ഇവിടുത്തെ മുഖ്യമായ വിഷയം എന്താണ്? പരമാർത്ഥ ദർശനമാണ്. അതാണ് ഗുരുവിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഗുരു നൽകാൻ ആഗ്രഹിക്കുന്നു അതാണ്. പക്ഷെ ശിഷ്യന് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും? ശിഷ്യനെ സ്വീകരിക്കാൻ തയ്യാറല്ല, അതിന് പാകമല്ലെങ്കിൽ പിന്നെ അവന് ആവശ്യമുള്ള കൊടുക്കുക. അതാ സംഭവിക്കുന്നത്. തച്ചൗക്തം ഉപസംഹ്രിയതേ, ആ പരമാത്മ ദർശനം പറഞ്ഞു, തച്ചൗക്തം പറഞ്ഞതിവിടെ ഉപസംഹരിക്കുന്നു. യേഷാത്തെ അഭിഹിതേവി ശാസ്ത്ര വിഷയ വിഭാഗ പ്രദർശനായ, ശാസ്ത്രത്തിലെ വിഷയവിഭാഗം രണ്ടു കാര്യങ്ങൾ ഇവിടെ. ഒന്ന് ജ്ഞാനയോഗം, കർമ്മയോഗം. ആ വിഭാഗത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി യേഷാത്തെ അഭിഹിത സാഖ്യേ എന്ന് പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ നിന്നോട് സാഖ്യം അത് വ്യാഖ്യാനിക്കുന്നു. ജ്ഞാനയോഗത്തെക്കുറിച്ച് പറഞ്ഞു. ഈ പ്രദർശിതേ പുനഃ ശാസ്ത്രവിഷയ വിഭാഗേ ഉപരിഷ്ഠാത് ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം ഇതി നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം സുഖം പ്രവർത്തിഷ്യതേ ശ്രോതാരശ്ച വിഷയവിഭാഗേന സുഖം ഗ്രഹിഷ്യതി അത ആഹ. ഇഹ ഹി പ്രദർശിതേ, ഇവിടെ ഇപ്പൊ ഇതെന്തിനു കാണിക്കുന്നു? കാരണം ഇനി വീണ്ടും പറയും. 3-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറയും, ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാമെന്ന് പറയും. അതവിടെ കൂടുതൽ സ്പഷ്ടമാകുന്നതിന് വേണ്ടി ഇവിടെ വീണ്ടും വിഭജിച്ച് പറയുന്നു എന്നാണ് ഈ പ്രദർശിത. ഇവിടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പുനഃ ശാസ്ത്ര വിഷയ വിഭാഗി, ഇതിനെ വീണ്ടും വേർതിരിച്ച് കാണിക്കും. ആചാര്യസ്വാമികൾ പറയുമല്ലോ, ജ്ഞാനകർമ്മ സമുച്ചയം പാടില്ല. അത് ഭഗവാൻ പറയുന്ന കാര്യമാണ് താൻ പറയുന്നതെന്ന് പറയുകയാണ്. യേഷാദി അഭിഹിത സാഖ്യേ, ജ്ഞാനം നിനക്ക് പറഞ്ഞു തന്നു, ഇനി ഇതാ കർമ്മം പറയാൻ പോകുന്നു. അപ്പൊ ഇതിനെ വേർതിരിച്ച് പറയുന്നു എന്നാണ്. അതുകൊണ്ട് ഇഹഹി പ്രദർശിതേ, ഇവിടെ അത് വ്യക്തമാക്കി കഴിഞ്ഞാൽ വീണ്ടും ശാസ്ത്ര വിഷയ വിഭാഗേ വീണ്ടും ഇത് തന്നെ ചെയ്യും. ഇവിടെ ഉപരിഷ്ഠ, ഇനി വരാൻ പോകുന്ന ഭാഗത്ത് ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗിനാം വിധി നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം സുഖം പ്രവർത്തിച്ചത്. ഇവിടെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിഷ്ഠാദ്വയ വിഷയം ശാസ്ത്രം, രണ്ട് നിഷ്ഠകളെ വിഷയമാക്കുന്നതായ ശാസ്ത്രം, രണ്ട് നിഷ്ഠകളെ വിശദീകരിക്കുന്നതായ ഈ ശാസ്ത്രം സുഖം പ്രവർത്തിച്ചതേ, ശിഷ്യനിൽ അത് സുഖമായി അനായാസമായി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ശിഷ്യനത് അനായാസമായി മനസ്സിലാക്കാൻ കഴിയും. ഇത് രണ്ടാണ്, ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർക്കാൻ പാടില്ല. ശ്രോതാരശ്ച വിഷയവിഭാഗേന സുഖം ഗ്രഹീഷ്യന്തി, ശ്രോതാക്കൾ ഇത് കേൾക്കുന്നവർ
വിഷയവിഭാഗത്തോടുകൂടി ഇതിന് രണ്ടിനെ വേർതിരിച്ച് സുഖം അനായാസമായി ഗ്രഹിഷ്യന്തി മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് യേഷാത്തെ അഭിഹിത സാഖ്യേ. യേഷാത്തെ തുഭ്യം, എന്ന് വെച്ചാൽ തുഭ്യം നിനക്ക്, അഭിഹിത അർത്ഥം പറയുന്നു ഉക്ത സാഖ്യേ പരമാർത്ഥ വസ്തു വിഷയ വിവേക വിഷയ ബുദ്ധിജ്ഞാനം സാക്ഷാത് ശോകമോഹാദി സംസാര ഹേതുദോഷ നിവൃത്തി കാരണം. തുഭ്യം അഭിഹിത നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്താണോ സാഖ്യ. സാഖ്യത്തിലുള്ള സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമാർത്ഥ വസ്തു വിവേക വിഷയ, പരമാർത്ഥ വസ്തുവിനെ വിവേചിക്കുന്ന തത്വജ്ഞാനം, ബുദ്ധി ജ്ഞാനം. അതെന്താണ്? സാക്ഷാത് ശോകമോഹാദി സംസാര ഹേതുദോഷ നിവൃത്തി കാരണം. സാക്ഷാത്തായിട്ട് തന്നെ നേരിട്ട് തന്നെ ശോകമോഹങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. ശോകമോഹാദി സംസാര ഹേതു, സംസാരത്തിന് ഹേതുവായിരിക്കുന്ന ശോകമോഹാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത് എങ്ങനെ? നേരിട്ട് ആ ജ്ഞാനം, അതാണ് സാഖ്യം. അത് പരമാർത്ഥ വസ്തു വിവേകമാണ് അതിൽ പറയുന്നത്. ആത്മബോധം അത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി യോഗേതു തത്പ്രാപ്തിപായേ നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണപൂർവകം ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ കർമാനുഷ്ഠാനേ സമാധിയോഗേ ച ഇമാം അനന്തരമേവ ഉച്യമാനാം ബുദ്ധിം ശൃണു. യോഗത്തിൽ തത്പ്രാപ്തിപായേ അതിന്റെ പ്രാപ്തിക്ക് ഉപായമായിരിക്കുന്ന നിസ്സംഗതയാ, എന്താണ് കർമ്മയോഗം എന്ന് പറയുകയാണ്. നിസ്സംഗതയാ ദ്വന്ദ്വപ്രഹാണപൂർവകം, ദ്വന്ദ്വപ്രഹാണം എന്ന് വെച്ചാൽ ത്യാഗം, ദ്വന്ദ്വത്തെ ത്യജിച്ചുകൊണ്ട് നിസ്സംഗമായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫല ഇച്ഛ കൂടാതെ, ഫലാഗ്രഹം കൂടാതെ, ഫലാസക്തി കൂടാതെ ആത്മസ്വരൂപത്തെ ഓർത്തുകൊണ്ട് ദ്വന്ദ്വപ്രഹാണ പൂർവകം, ദ്വന്ദ്വത്തെ ത്യജിച്ചുകൊണ്ട്. അടുത്ത് പറയുന്നു ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗി. അതാ ശ്രദ്ധിക്കണം. കർമ്മയോഗം എന്ന് പറയുമ്പോൾ അവിടെ എന്തുവരും? ഈശ്വരാരാധനാർത്ഥം. ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മയോഗം. കർമ്മയോഗത്തെ വിശേഷിപ്പിക്കുകയാണ്. ഈശ്വരാരാധന ഇല്ലെങ്കിൽ അവിടെ കർമ്മയോഗവും ഇല്ല. അതാണ് ഗീതയുടെ അഭിപ്രായം. ഭാഷ്യകാരൻ പറയുന്നത് അത് തന്നെയാണ്. ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗം. കർമ്മയോഗം തന്നെ എന്തിനു വേണ്ടി? ഈശ്വര ആരാധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ കർമ്മയോഗം ഇല്ല. അപ്പൊ ഈശ്വരനെ വിട്ടൊരു കർമ്മയോഗം, അത് കർമ്മയോഗമല്ല. അതിവിടെയും സ്പഷ്ടമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഓരോ വരികളിലും സ്പഷ്ടമാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈശ്വരാരാധനാർത്ഥേ കർമ്മയോഗേ. ഈശ്വരാരാധനയ്ക്ക് വേണ്ടിയുള്ളതാണെന്ത്? കർമ്മയോഗം. കർമാനുഷ്ഠാനേ, കർമ്മ യോഗരൂപത്തിലുള്ള കർമാനുഷ്ഠാനം. സമാധിയോഗേച, സമാധിയോഗം പറയും. അടുത്ത് ധ്യാനവും മറ്റും പറയും. ഇമാം അനന്തരമേവ ഉച്യമാനം ബുദ്ധിം ശൃണു. ഇനി പറയാൻ പോകുന്ന ആ അറിവിനെ, അതും ഒരു ബുദ്ധിയാണ്. കർമ്മയോഗവും ഒരു അറിവാണ്, അതൊരു തത്വചിന്തയാണ്. ജ്ഞാനയോഗവും തത്വചിന്തയാണ്. അത് നീ മനസ്സിലാക്കൂ. താംച ബുദ്ധിം സ്തൗതി പ്രരോചനാർത്ഥം. ആ ബുദ്ധി, നീ പറയാൻ പോകുന്ന ബുദ്ധിയെ സ്തൗതി, സ്തുതിക്കുന്നു. പ്രരോചനാർത്ഥം, രുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി, കേൾക്കുന്നതാണ് താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടി. അതിനെ പറയുകയാണ്. എന്താണ്? ബുദ്ധ്യ യയാ യോഗവിഷയ യുക്തോ ഹി പാർത്ഥ, ഹേ പാർത്ഥ കർമ്മബന്ധം കർമ്മ ഏവ ധർമാധർമാഖ്യോ ബന്ധ കർമ്മബന്ധ തം പ്രഹാസ്യസി. അതെന്ത് ചെയ്യുന്നു? കർമ്മബന്ധത്തെ നിനക്കങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും. കർമ്മബന്ധം, കർമ്മ ഏവ, കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ധർമാധർമാഖ്യ, ധർമ്മം അധർമ്മം എന്ന പേരോടുകൂടിയതാണ് കർമ്മം. ആ കർമ്മം തന്നെ ബന്ധമായിരിക്കുന്നു. ആ കർമ്മബന്ധം അതിന് നിനക്ക് ഉപേക്ഷിക്കാൻ കഴിയും. പ്രഹാസ്യസി, നീ അത് ഉപേക്ഷിക്കും. എങ്ങനെ? ഈശ്വര പ്രസാദ നിമിത്ത ജ്ഞാനപ്രാപ്തിയ ഏവൈത്യഭിപ്രായം. കർമ്മയോഗം എങ്ങനെ കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നു? ഒരു കർമ്മയോഗി എന്തിന് കർമ്മയോഗം അനുഷ്ഠിക്കുന്നു? കർമ്മബന്ധത്തെ നശിപ്പിക്കാൻ. കർമ്മയോഗം കൊണ്ട് കർമ്മബന്ധനാശം. അതെങ്ങനെ സംഭവിക്കുന്നു? ഈശ്വരപ്രസാദ നിമിത്ത
ഈശ്വരപ്രസാദം കൊണ്ടുവരുന്ന ജ്ഞാനപ്രാപ്തി കൊണ്ടാണ്. അപ്പൊ കർമ്മയോഗവും ഈശ്വരനുമായിട്ടുള്ള ബന്ധം ഒന്നുകൂടി സ്പഷ്ടമാക്കുകയാണ്. ഈശ്വരപ്രസാദം കൊണ്ടാണ് എന്ത് വരുന്നത്? ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നത്. ആ ഈശ്വരപ്രസാദം എന്തുകൊണ്ട് വരുന്നു? കർമ്മയോഗം കൊണ്ട്. അപ്പൊ ഈശ്വരനെ വിസ്മരിച്ച എങ്ങനെ കർമ്മയോഗം വരും? ഈശ്വരനില്ലാത്ത ഒരു കർമ്മയോഗം, അങ്ങനെ ഒരു കർമ്മയോഗം ഇല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു ഈശ്വരപ്രസാദ നിമിത്ത ജ്ഞാനപ്രാപ്തിയ. കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് ഈശ്വരപ്രസാദത്തിന് വേണ്ടിയിട്ടാണ്. അത് ചിത്തശുദ്ധിയുടെ രൂപത്തിൽ ആ കർമ്മയോഗിയിൽ വരുന്നു, ഈശ്വര അനുഗ്രഹത്തിന്റെ രൂപത്തിൽ വരുന്നു. വിഘ്നങ്ങളെല്ലാം ഒഴിവാക്കുന്ന തരത്തിൽ വരുന്നു. പലതരത്തിൽ ഈശ്വരപ്രസാദം വരുന്നു. വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ കർമ്മയോഗിക്ക് അതിൽ പോകാൻ പറ്റത്തില്ല. ആ വിഘ്നങ്ങൾ മാറ്റണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം. ചിത്തശുദ്ധി, അതും ഈശ്വരപ്രസാദമായി വരുന്നു. ജ്ഞാനപ്രാപ്തി, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതും ഈശ്വരപ്രസാദം കൊണ്ട് വരുന്നു. അങ്ങനെ കർമ്മബന്ധത്തെ ചിത്തശുദ്ധിയിലൂടെ, ജ്ഞാനപ്രാപ്തിയിലൂടെ കർമ്മയോഗം കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നു. അഭിപ്രായ, അതാണ് അതിന്റെ താല്പര്യം. ഇനി ശ്ലോകത്തിൽ നോക്കുക. പാർത്ഥ അല്ലയോ അർജുന, തേ നിനക്ക് യേഷ സാഖ്യേ ബുദ്ധി, സാഖ്യയോഗത്തിലുള്ള ബുദ്ധി, അതായത് ജ്ഞാനം, അഭിഹിത പറഞ്ഞു കഴിഞ്ഞു. യേഷ അഭിഹിത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞതെന്നാണ്, തൊട്ട് മുമ്പ് പറഞ്ഞു. എന്നാണ് യേഷ അഭിഹിത. സാഖ്യേ ബുദ്ധി യേഷ അഭിഹിത, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. യോഗേത്തോ, യോഗത്തെക്കുറിച്ച് ഇനി പറയാൻ പോവുകയാണ്. പൊതുവെ യോഗം എന്നൂടെ പറയുന്നത് കർമ്മയോഗത്തെ ഉദ്ദേശിച്ചിട്ടാണ്. മറ്റു യോഗങ്ങളെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. പക്ഷെ ഈ സന്ദർഭത്തിൽ അടുത്ത് പറയാൻ പോകുന്നത് കർമ്മയോഗമാണ്. ഇമാം ഇതാ പറയാൻ പോകുന്നു, ശൃണു കേൾക്കൂ. യയാ ബുദ്ധ്യാ യുക്തഃ, ഈ പറയുന്ന കർമ്മയോഗത്തിലുള്ള ബുദ്ധി കൊണ്ട്. കർമ്മയോഗത്തിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് എന്താണ്? കർമ്മയോഗം എന്ന് പറയുന്നത് അനുഷ്ഠിക്കേണ്ട ഒരു കാര്യമാണ്. ആ കർമ്മയോഗത്തിന്റെ തത്വം ആണ് കർമ്മയോഗത്തിലുള്ള ബുദ്ധി. കർമ്മയോഗത്തിന്റെ സ്വരൂപം, കർമ്മയോഗം എന്ന് പറയുന്നത് എന്താണ്, കർമ്മയോഗം എങ്ങനെ അനുഷ്ഠിക്കണം, ആ കർമ്മയോഗത്തിന് ആരാണ് അധികാരി, ആ കർമ്മയോഗത്തിന്റെ ഫലം എന്താണ്, ഇതൊക്കെയാണ് ബുദ്ധി എന്നിവിടെ പറഞ്ഞത്. ആ ബുദ്ധി കൊണ്ട് ഇപ്പൊ കർമ്മയോഗം അനുഷ്ഠിക്കണമെങ്കിൽ അതിനുള്ള ബുദ്ധി ആദ്യം വേണം. ജ്ഞാനം വന്നേ പ്രവൃത്തി നടക്കത്തുള്ളൂ. അപ്പൊ കർമ്മയോഗത്തെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം അത് വന്ന് കർമ്മയോഗം അനുഷ്ഠിക്കുമ്പോൾ എന്ത് വരുന്നു? കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധത്തെ നിനക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയും. കർമ്മബന്ധനാശത്തിന് കാരണമായി കർമ്മയോഗ അനുഷ്ഠാനത്തെ ഇവിടെ ഭാവം കാണിക്കുന്നു. കർമ്മയോഗ അനുഷ്ഠാനത്തിന് കാരണമായിരിക്കുന്നത് കർമ്മയോഗത്തെക്കുറിച്ചുള്ള ബുദ്ധി, ജ്ഞാനം, തത്വചിന്ത. അപ്പോൾ ഒരു കർമ്മയോഗം അനുഷ്ഠിക്കുന്നയാൾ ആദ്യം കർമ്മയോഗം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കണം. അതിന്റെ സ്വരൂപം, അതിന്റെ ഹേതു, അതിന്റെ ഫലം, ഇത് വ്യക്തമായി മനസ്സിലാക്കി കർമ്മയോഗം അനുഷ്ഠിക്കണം. എന്നാലേ അത് കർമ്മബന്ധത്തെ നശിപ്പിക്കുന്നതിന് ഉതകത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞു നടത്തിയിരിക്കുന്നത്. യേഷാ തേ വിഹിതാ സംഘേ ബുദ്ധിർയോഗേത്യുമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി
നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. അടുത്ത ദിവസം ചർച്ച ചെയ്യും. പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ നമഃ.